പ്രൈസ് ദി ലോർഡ്. ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ആനപ്പാറ ബ്രദറൻ സഭ ക്രമീകരിച്ചിരിക്കുന്ന സൂം പ്ലാറ്റ്ഫോമിൽ പാടുവാൻ അവസരം ലഭിച്ചതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നതിന് മുഖാന്തരമായി തീർന്ന കർത്താവിൻ്റെ ദാസന്മാർക്കും നന്ദി അറിയിക്കുന്നു. പ്രാരംഭഗാനം നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ഒരു ഗാനം പാടുവാനായിട്ട് ആഗ്രഹിക്കുന്നു. വിശുദ്ധ തിരുവെഴുത്തിൽ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 2 മുതലുള്ള വേദഭാഗം വായിക്കുമ്പോൾ സാറാഫുകൾ അവന് ചുറ്റും നിന്ന് ഓരോരുത്തന് 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്ന് ഒരുത്തനോട് ഒരുത്തൻ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവ്വഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്ത് പറഞ്ഞു. അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, ആലയം പുക കൊണ്ട് നിറഞ്ഞു. വെളിപ്പാട് പുസ്തകത്തിലും നമുക്ക് ഈ ഭാഗം കാണുവാനായി കഴിയും. സ്വർഗത്തിലെ സാറാഫുകൾ പോലും ആ പരിശുദ്ധനായവൻ്റെ മുന്നിൽ തങ്ങളുടെ കാലുകൾ കൊണ്ട് നിലത്ത് ചവിട്ടാതെ, ആ പരിശുദ്ധനായ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കാതെ മുഖം മറച്ചിട്ട് അവർ അത്യുച്ചത്തിൽ ആർക്കുന്ന ആ ശബ്ദം അടുത്ത ഗാനത്തിലൂടെ നമുക്ക് ശ്രവിക്കാം. പരിശുദ്ധൻ മഹോന്നത ദേവൻ എന്ന് തുടങ്ങുന്ന ഗാനം. പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി പുകഴ്ത്തുന്ന സ്വർലോകനാഥനാം മശിഹാ. सारी सृष्टि के मान ले तुम्ही हो, सारी सृष्टि के रक्षा तुम्ही हो, करते हैं तुझको सागर प्रणाम, गाते हैं तेरी है गुणगान. हालेलुया 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 हालेलुया. അവനത്ഭുത മന്ത്രിയാം ദൈവം,
നിത്യതാതനും വീരനാം ദൈവം, ഉന്നതദേവൻ നീതിയിൻ സൂര്യൻ, രാജാധിരാജനാം മശിഹാ, सारी सृष्टि हो तेरा सहारा, सारे संकट से हमको बचाना, तेरे हाथों में जीवन हमारा है, विधाओं पर हमको चलाना। हालेलुया, 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 हालेलुया। ഓടാത്തോടിതൻ ദൂതസ്നേഹവുമാ മേഘാരൂഢനായി വരും നിതാ വിരവിൽ, തൻ പ്രിയ സുതരെ തന്നോടു ചേർപ്പാൻ വേഗം വരും യേശു മിശിഹാ. കോടാത്തോടിതൻ ദൂതസൈന്യവുമാ മേഘാരൂഢനായി വരും നിതാ വിരവിൽ, തൻ പ്രിയ സുതരെ തന്നോട് ചേർപ്പാൻ വേഗം വരും യേശു മിശിഹാ. ഹല്ലേലൂയാ, 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 വീണ്ടും നമുക്ക് മറ്റൊരു ഗാനം ശ്രവിക്കാം. നമ്മുടെ ആത്മീയഗീതത്തിൽ നിന്ന് 1200 ഗാനം PV തൊമ്മി ഉപദേശി എഴുതിയ വളരെ പഴക്കം ചെന്നൊരു ഗാനമാണ്. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ എൻ യാചന നൽകണമേ. പുത്രൻ്റെ നാമത്തിൽ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ഉത്തരം തരുവാൻ കഴിയുന്ന ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ ഗാനം നമുക്ക് തുടർന്നും കേൾക്കാം. അവിടെ വായിക്കുന്നു, കള്ളൻ്റെ യാചന കേട്ട് ഉള്ള അലിഞ്ഞ ആ കർത്താവ് തുല്യമില്ല ദയ ഓർത്തു എന്നുള്ളതാണ്. നമുക്ക് ആ ഗാനം ശ്രവിക്കാം. പ്രിയ സഹോദരി, ഈ ഗാനം ഇപ്പോൾ ആലപിക്കുന്നു. പുത്രൻ്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾക്ക് ഉത്തരം തരാമെന്നുള്ളൊരു വാഗ്ദത്തം പോൽ ദയവായി. ആ ഗാനം നമുക്കൊരിക്കൽ കൂടെ ശ്രവിക്കാം. ദൈവനാമ മഹത്വത്തിനായി.
പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന നൽകണമേ കർത്താവേ, എൻ യാചന നൽകണമേ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന നൽകണമേ കർത്താവേ, എൻ യാചന നൽകണമേ. പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ, പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ ഉത്തരം തന്നരുളാം എന്നുള്ളൊരു വാഗ്ദത്തം പോൽ ദയവായി, എന്നുള്ളൊരു വാഗ്ദത്തം പോൽ ദയവായി. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന നൽകണമേ കർത്താവേ, എൻ യാചന നൽകണമേ. താതനും മാതാവും നീ എനിക്കല്ലാതെ, താതനും മാതാവും നീ എനിക്കല്ലാതെ ഭൂതലം തന്നിലില്ലേ വേറാരുമൻ ആതങ്കം നീക്കിടുവാൻ, വേറാരുമൻ ആതങ്കം നീക്കിടുവാൻ. നിത്യതയിൽ നിന്നുള്ള അത്യന്ത സ്നേഹത്താൽ, നിത്യതയിൽ നിന്നുള്ള അത്യന്ത സ്നേഹത്താൽ ശത്രുതയെ അകറ്റി എനിക്കു നീ പുത്രത്വം തന്നതിനാൽ, എനിക്കു നീ പുത്രത്വം തന്നതിനാൽ. കൃത്യരനേകരിൻ പ്രാർത്ഥന കേട്ടു നീ, കൃത്യരനേകരിൻ പ്രാർത്ഥന കേട്ടു നീ, ഉത്തരം നൽകിയതോർത്തത്യാദരം തൃപ്പാദം തേടിടും നീ, അത്യാദരം തൃപ്പാദം തേടിടും നീ. കള്ളന്റെ യാചന കേട്ടുള്ളലിഞ്ഞ നിൻ, കള്ളന്റെ യാചന കേട്ടുള്ളലിഞ്ഞ നിൻ, തുല്യമില്ലാതെയോർത്തിതാവന്നിൻ നല്ലവനേ സഭയം, ഇതാവന്നേ നല്ലവനേ സഭയം. യേശുവിൻ മൂലമെൻ യാചന നൽകുമെൻ, യേശുവിൻ മൂലമെൻ യാചന നൽകുമെൻ, ആശയിൽ കെഞ്ചിടും നീ, അല്ലാതെന്നിൽ ലേശവും നന്മയില്ലേ, അല്ലാതെന്നിൽ ലേശവും നന്മയില്ലേ. പ്രാർത്ഥന കേൾക്ക
അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ കേൾക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകി. പ്രത്യേകാല അതിനായി കർത്താവ് ഉപയോഗിച്ച പ്രിയ സഹോദരനും സഹോദരിക്കുമായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവ് ധാരാളം കൃപകൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെയും ഓർത്ത് ഇപ്പോൾ ബഹ്റിനിലുള്ള ജെയിംസ് തോമസ് അച്ചായൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് ദൈവവചന കേൾവിക്കായിട്ട് തിരിയാം. പ്രിയ സത്യരാജ് സാറ് ഇന്ന് നമ്മളോടുകൂടെ ആയിരിക്കുകയാണല്ലോ. കർത്താവിന്റെ ദാസനിൽ നിന്ന് നമുക്ക് ആവശ്യമായ ദൈവവചനം ശ്രവിക്കാവുന്നതാണ്. അവസാനമായി കോഴിക്കോടുള്ള ഫ്രൈസർ അങ്കിൾ പ്രാർത്ഥിച്ച് നമുക്ക് ഇന്നത്തെ മീറ്റിംഗ് അവസാനിപ്പിക്കാം. പ്രാർത്ഥന വിഷയങ്ങൾ 1-2 കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നു. പ്രത്യേകം ഇന്ന് ഇവിടെ നമ്മുടെ ലോകത്തിൽ പല ഇടങ്ങളിലും, ഇന്ത്യയിൽ ഒക്കെ പുതിയ കൊറോണ വകഭേദം ഒക്കെ ഉണ്ട്. പലരും പലയിടത്തും ട്രീറ്റ്മെന്റിലൊക്കെ ആയിരിക്കുന്നു. മാത്രമല്ല നമ്മുടെ സഹോദരന്മാർ തന്നെ പലയിടത്തും കൊറോണ രോഗത്താൽ ഭാരപ്പെടുന്നുണ്ട്. നമ്മുടെ മീറ്റിംഗിൽ ഇടയ്ക്കിടയ്ക്ക് പങ്കെടുക്കാറുള്ള ശുശ്രൂഷയൊക്കെ ചെയ്യുന്ന ജെയിംസ് തോട്ടപ്പള്ളി എന്ന സുവിശേഷകനും കുടുംബമായി കഴിഞ്ഞ നാളുകളിൽ കോവിഡ് ആയിരുന്നു. താനിപ്പോഴും ആശുപത്രിയിലാണ്, വീട്ടിലേക്ക് പോയിട്ടില്ല. പ്രത്യേകം തന്നെയും കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് പ്രിയപ്പെട്ടവൻ അറിയിച്ചിട്ടുണ്ട്. ആ സഹോദരനെയും ഓർത്ത് പ്രാർത്ഥിക്കാം. മറ്റു പലരും കൊറോണ രോഗത്താൽ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. ദൈവം അവർക്കൊക്കെ വിടുതൽ ലഭിക്കേണ്ടതിന് ഇപ്പോൾ ബഹ്റിനിലുള്ള ജെയിംസ് തോമസ് അച്ചായൻ പ്രാർത്ഥിച്ച് നമുക്ക് അടുത്ത വചന കേൾവിക്കായിട്ട് തിരികെ പ്രാർത്ഥനയ്ക്കായിട്ട് പ്രിയ കർത്താവിന്റെ ദാസനെ ക്ഷണിക്കുന്നു. കേൾക്കാമോ? കേൾക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, സന്ധ്യയെങ്കിലും അവിടുത്തെ സന്നിധിയില് ഈ നിലയിൽ പ്ലാറ്റ്ഫോമിൽ കടന്നു വരുവാൻ തക്കോണം അവിടുന്ന് കൃപ ചെയ്തല്ലോ. അതിനായിട്ട് സ്തോത്രം. കർത്താവേ, ആനപ്പാറ സഭയ്ക്കായിട്ട് നന്ദിയുടെ സ്തോത്രം. ഈ നിലയില് ഒരു മീറ്റിംഗ് കൂടി ക്രമീകരിപ്പാൻ തക്കോണം അവിടെയുള്ള ദൈവനത്തെയും വിശേഷ പ്രവീണിനെയും അവിടുന്ന് സഹായിച്ചല്ലോ. അതിനായിട്ട് നന്ദിയുടെ സ്തോത്രം. കർത്താവെ, കടന്നു വന്നിട്ടുള്ള എല്ലാ സഹോദരന്മാർക്കായിട്ട് നന്ദിയുടെ സ്തോത്രം. ഇനിയും ആരെങ്കിലും കർത്താവെ സോമിൽ ജോയിൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കർത്താവെ തക്ക സമയത്ത് അവരും ജോയിൻ ചെയ്യുവാൻ തക്കോണം അവിടുന്ന് സംഗതിയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ കേൾക്കുവാൻ തക്കോണം അടയെങ്കിലും അവിടുന്ന് സഹായിച്ചല്ലോ. അതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. വിശേഷാൽ സഹോദരൻ ബൈജു സഹോദരനെയും സഹോദരിയെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായിട്ട് ദൈവത്തിന് വേണ്ടി പാടുവാൻ അവരെ ദൈവം ഉപയോഗിക്കുന്നു. തുടർന്നും കർത്താവ് അവർക്ക് ആവശ്യമായ കൃപ നൽകി വരുന്ന ആളുകളിലും അനേക സ്ഥലങ്ങളിലെ കർത്താവിന് വേണ്ടി പാടുവാൻ തക്കോണം അവിടുന്ന് സഹായിക്കണം. വിശേഷാൽ ബൈജു സഹോദരൻ ചെയ്യുന്ന ശുശ്രൂഷകളൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വരുന്ന ആളുകളിൽ കൂടുതൽ ദൈവനാമോദത്തിനായിട്ട് അത് ചെയ്യുവാൻ തക്കോണം കുടുംബമായിട്ട് അവരെ അവിടുന്ന് സഹായിക്കുകയും അവരുടെ ആവശ്യങ്ങളിൽ അവിടുന്ന് കരുണ കാണിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അല്പസമയം കർത്താവെ ദൈവവചനം പഠിക്കുവാനായിട്ട് കേൾക്കുവാനായിട്ട് ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലായിരിക്കുന്നു. ഇന്ന് വചനവുമായിട്ട് അവിടുത്തെ ദാസൻ കർത്താവ് പ്രിയ സഹോദരൻ സത്യരാജനായിട്ടും നന്ദിയുടെ സ്തോത്രം. കർത്താവ് ഏറിയ നിശ്ചയത്തോടും കർത്താവെ പ്രാഗൽഭ്യത്തോടും കൂടി വചനം കർത്താവെ വിഭാഗിച്ചു തരുവാൻ പ്രിയദാസനെയും അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ കർത്താവ് പ്രാർത്ഥനയ്ക്കായിട്ട് അവിടുത്തെ സന്നിധിയിൽ വെച്ച എല്ലാ വിഷയങ്ങളും അവിടുന്ന് ശ്രദ്ധ വെച്ച് കേട്ടിരിക്കുന്നു. അതിനായിട്ട് നന്ദിയുടെ സ്തോത്രം. കർത്താവെ, പ്രത്യേകമായ കാലഘട്ടത്തിൽ കർത്താവെ കഴിഞ്ഞ 2 വർഷത്തോളമായി കർത്താവെ അടിയങ്ങള് കർത്താവെ കൊറോണയുടെ പ്രയാസത്താൽ ക്ലേശം അനുഭവിച്ചുകൊണ്ട് വിവിധ രാജ്യങ്ങളില് അനേകരെ കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെടുകയും അതിന്റെ കർത്താവെ അനന്തര ഫലങ്ങൾ അനുഭവിച്ച് ഇന്നും അനേകരെ കഷ്ടവും സങ്കടവും അനുഭവിക്കുന്നു. ഈ നാളുകളിൽ പിന്നെയും അതിന്റെ വേരിയന്റുകൾ മാറി കർത്താവെ വന്ന് പിന്നെയും പ്രയാസങ്ങള് പല സ്ഥലങ്ങളിലും ഉണ്ട്. അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. അവരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇതിനൊരു നീക്കുപോക്ക് അവിടുന്ന് നൽകണം. അങ്ങേക്കല്ലാതെ ഇത് മാറ്റുവാൻ കഴിയുകയില്ല എന്നുള്ളതും അടിയങ്ങൾ ഓർക്കുന്നു. കർത്താവെ, ഇതിന്റെ പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. അതും അവിടുന്ന് കർത്താവെ വെളിവാക്കി കർത്താവെ അതിന് കർത്താവെ സമാപ്തി വരാതെ കർത്താവെ ബാധ മാറുകയില്ല എന്നുള്ളതും അടിയങ്ങൾ ഓർക്കുന്നു. കർത്താവ് വിശേഷാല് അനേക ദേവദാസന്മാര്
കർത്താവെ വലിയ പ്രയാസങ്ങളിലും പ്രതികൂലങ്ങളിലും കൂടി കടന്നു പോവുകയും പലരും കർത്താവെ കർത്തസനിലേക്ക് ചേർക്കപ്പെടുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ട്. ഇന്നും അടിയങ്ങളെ കേട്ടതുപോലെ കർത്താവെ ആ ജെയിംസ് സഹോദരൻ തോട്ടപ്പള്ളിയെ കുടുംബമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവര് കോവിഡിന്റെ പ്രയാസത്താൽ ക്ലേശം അനുഭവിച്ച് ഇപ്പോൾ ഹോസ്പിറ്റലായിരിക്കുന്നത് കേട്ടല്ലോ. അവിടുന്ന് ആവശ്യമായ ക്ഷേമം നൽകണമേ. എത്രയും പെട്ടെന്ന് കർത്താവെ ആ പ്രയാസത്തിൽ നിന്ന് അവിടുന്ന് ലഭിച്ച് ഭവനത്തിലേക്ക് പോകുവാനും പിന്നെയും അങ്ങയുടെ മൗത്വത്തിനായിട്ട് നിലനിൽപ്പാൻ തക്കോണം കുടുംബമായിട്ട് അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ ഇതല്ലാതെയും കർത്താവ് അനേക പ്രിയപ്പെട്ടവർ വിവിധ സ്ഥലങ്ങളിലെ കഷ്ടവും സങ്കടവും അനുഭവിക്കുന്നു. അങ്ങനെയുള്ളവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ആനപ്പാറയിലുള്ള ദൈവസഭയ്ക്കായിട്ട് സ്തോത്രം. ഈ നിലയിൽ മീറ്റിങ്ങുകൾ ക്രമീകരിക്കുവാൻ അവർക്ക് കൊടുത്തിട്ടുള്ള കർത്താവെ ആ താല്പര്യത്തിനും ഉത്സാഹത്തിനായിട്ട് സ്തോത്രം. ദൈവസഭയും അതിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതുപോലെ സാജു സഹോദരനെയും കർത്താവെ ഉള്ള ദൈവസഭയെ ഓർത്തും പ്രാർത്ഥിക്കുന്നു. അവരും കർത്താവെ നിലയിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ എല്ലാം ഓർത്ത് കർത്താവെ ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. തുടർന്നും അവിടുത്തെ മഹത്വത്തിനായിട്ട് കൂടുതൽ പ്രവർത്തിപ്പാൻ അവരെ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന. അല്പസമയം കർത്താവ് നിങ്ങളെ വചനത്തിന് മുന്ന് കർത്താവെ അവിടുത്തെ അതേ ദാസനെ വചനവുമായിട്ട് അയച്ചിരിക്കുന്നു. കർത്താവെ അത് അനുഗ്രഹമായിട്ട് വിഭാഗിച്ചു തരുവാൻ അവിടുന്ന് ആവശ്യമായ എല്ലാ ശക്തി കർത്താവെ നൽകി അവിടുന്ന് സഹായിക്കണം. ആത്മാവിന്റെ നിറവിൽ അത് പ്രസ്താവിപ്പാൻ സഹായിക്കണം. കർത്താവെ മറ്റ് നെറ്റ്വർക്കിന്റെ പ്രയാസങ്ങളൊന്നും ഇല്ലാതെ കർത്താവ് ഇന്നത്തെ മീറ്റിംഗ് അനുഗ്രഹമായി പൂർത്തീകരിപ്പാൻ അവിടുന്ന് സഹായിക്കണം. എല്ലാ നന്മകൾക്കായിട്ട് സ്തോത്രം. ക്രിസ്തുയേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. വചന ശുശ്രൂഷയ്ക്കായിട്ട് സത്യരാജ് സാറിനെ ക്ഷണിക്കുന്നു. ദൈവത്തിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ആനപ്പാറ സഭയോടുള്ള ബന്ധത്തിൽ ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വരുവാൻ ദൈവം തന്ന അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. വിശേഷാൽ പ്രിയ ബൈജു സഹോദരൻ്റെയും കുടുംബത്തിൻ്റെയും മനോഹരമായ ഗാനങ്ങൾ ഒരിക്കൽ കൂടി കേൾക്കുവാൻ ദൈവം അനുവദിച്ചു തന്ന അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിച്ചു വരുന്നു. അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടണം. അതിനായിട്ടൊക്കെ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം സഹായിക്കട്ടെ. കഴിഞ്ഞ ആനപ്പാറ അസംബ്ലിയോടുള്ള ബന്ധത്തിൽ ചിന്തിച്ചുകൊണ്ടിരുന്ന വിഷയം ദൈവത്തിൻ്റെ ഏലിയാവ്, നമുക്ക് സമസ്വഭാവമുള്ള ദൈവത്തിൻ്റെ ഏലിയാവ്. ആ വിഷയം കഴിഞ്ഞ ക്ലാസ്സോടുകൂടെ ഒരുവിധം പൂർത്തീകരിപ്പാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു. തുടർന്ന് വചന ശുശ്രൂഷയ്ക്കായിട്ട് ഏത് ഭാഗം തിരഞ്ഞെടുക്കണമെന്നുള്ളത് പ്രാർത്ഥിച്ചപ്പോൾ പല ഭാഗങ്ങൾ എൻ്റെ മനസ്സിലൂടെ കടന്നു വന്നു. മറ്റൊരു പ്രവാചകനെ കുറിച്ച് പഠിച്ചാലോ ധ്യാനിച്ചാലോ എന്ന് ചിന്തിച്ചു. ശമൂവേൽ പ്രവാചകൻ, അതുപോലെ മോശ എന്ന പ്രവാചകനൊക്കെ ഉണ്ടല്ലോ. എന്നാൽ പെട്ടെന്നൊന്ന് വൈകുന്നേരം എനിക്ക് ചിന്തിപ്പാനായിട്ട് കഴിഞ്ഞത് എള്ളുവിള ആനപ്പാറ അസംബ്ലിയോടുള്ള ബന്ധത്തിൽ ഇവിടെ പള്ളിച്ചൽ പ്രാവച്ചമ്പലം ഭാഗത്ത് പ്രവർത്തനങ്ങൾ നടത്തുകയും അവിടെ 1-2-3 സ്ഥലങ്ങളിൽ വെച്ച് ബൈബിൾ ക്ലാസ്സുകൾ നടത്തുകയും ചെയ്തു. അവസാനമായിട്ട് ബൈബിൾ ക്ലാസ് കോവിഡിന് മുമ്പ് നടന്നത് പ്രാവച്ചമ്പലത്തിന് അടുത്തുള്ള ഒരു സ്ഥലത്ത് വെച്ചാണ്. അവിടെ ഞാനൊരു ബൈബിൾ സ്റ്റഡി മാസത്തിലൊരിക്കൽ കടന്നു വരുമ്പോൾ ആരംഭിച്ച ഒരു വിഷയമുണ്ട്. ആ വിഷയം തുടരുവാനാണ് ഇന്ന് എനിക്ക് ആത്മപ്രേരണ ഉണ്ടായതും കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ ശരണപ്പെടുന്നത്. പലർക്കും വളരെ സുപരിചിതമായ ഭാഗമാണ്. വിശ്വാസികളുടെ മധ്യേ മാളിക പ്രഭാഷണം എന്ന് അറിയപ്പെടുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അന്തിമ സന്ദേശം. എന്നാൽ ഞാൻ അതിനെ മാളിക പ്രഭാഷണം എന്ന് പറയുന്നതിനേക്കാൾ പറയുവാൻ ഇഷ്ടപ്പെടുന്നത് മാളിക മുറിയിലെ ക്രിസ്തുവും ശിഷ്യന്മാരും എന്നുള്ള ആ തലക്കെട്ടിലാണ്. മാളിക മുറിയിലെ ക്രിസ്തുവും ശിഷ്യന്മാരും. മാളികമുറി പ്രഭാഷണം പ്രധാനമായിട്ടും കാണപ്പെടുന്നത്, അല്ലെങ്കിൽ ഈ മാളികമുറിയിൽ വെച്ച് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ അരുമ ശിഷ്യന്മാരായ 12 പേരുമായിട്ട് അവസാന സമയം ചെലവഴിച്ചത് ഒരു മാളികമുറിയിലാണ്. ഏതാണ്ട് 3 മണിക്കൂറിലധികം സമയം ഈ മാളികമുറിയിൽ ശിഷ്യന്മാരുമായിട്ട് ചെലവഴിച്ചു എന്ന് മനസ്സിലാക്കപ്പെടുന്നു. അവിടെ വെച്ച് വെറും പ്രഭാഷണങ്ങൾ മാത്രമല്ല, സംഭാഷണങ്ങൾ മാത്രമല്ല, പല കാര്യങ്ങളും ഡെമോൺസ്ട്രേഷനിലൂടെ
താൻ ചെയ്യുകയുണ്ടായി. കാൽകഴുകൽ ശുശ്രൂഷ അത്തരത്തിൽ ചെയ്തതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന, അനുഷ്ഠാനം ഏൽപ്പിച്ചത് ഈ മാളിക മുറിയിൽ വെച്ചാണ് ശിഷ്യന്മാർക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നത്. പല കാര്യങ്ങളും വെളിപ്പെടുത്തിയതും ഒക്കെ ഈ മാളിക മുറിയിൽ വെച്ചാണ്. അതുകൊണ്ട് ഇതിനെ ഒരു പ്രഭാഷണം അല്ലെങ്കിൽ സംഭാഷണം എന്നതിലുപരി യേശുക്രിസ്തുവിൻ്റെയും ശിഷ്യന്മാരുടെയും പല അനുഭവങ്ങളും അതിൽ കാണുവാനായിട്ട് കഴിയും. അതൊരു സംഭാഷണമായിരുന്നു. പല ശിഷ്യന്മാരും യേശുക്രിസ്തുവുമായിട്ട് സംവദിക്കുകയും പല കാര്യങ്ങൾ ചോദിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്ത ഒരു സന്ദർഭമാണ്. അതുകൊണ്ട് ഇന്ന് അത് തുടരുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മാളിക മുറിയിലെ യേശുക്രിസ്തുവും ശിഷ്യന്മാരും. യോഹന്നാന്റെ സുവിശേഷം 13 മുതൽ 17 വരെയുള്ള അധ്യായത്തെ അധികരിച്ചാണ് ഈ കാര്യങ്ങൾ കാണുന്നതും അത് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നതും. യോഹന്നാന്റെ സുവിശേഷം പ്രധാനമായിട്ടും ക്രിസ്തീയ സഭയ്ക്ക് വേണ്ടി എഴുതപ്പെട്ട സുവിശേഷമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. മറ്റ് സുവിശേഷങ്ങൾ യഹൂദയെയും അതുപോലെ ജാതികളെയും ഉദ്ദേശിച്ച് എഴുതി എന്ന് പറയപ്പെടുന്നു. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം എഴുതിയത് പ്രധാനമായിട്ടും ക്രിസ്തീയ സഭയെ ഉദ്ദേശിച്ചെഴുതി എന്നാണ് പറയപ്പെടുന്നത്. കർത്താവ് ഈ ഭൂമിയിൽ വെച്ച് അല്പം ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് പ്രധാനമായിട്ടുള്ള കാര്യത്തിലേക്ക് കിടക്കണമെന്നാണ് വിചാരിക്കുന്നത്. മുഖവുര ആയിരിക്കും പ്രധാനമായിട്ടും ഞാൻ പറയുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കർത്താവ് ഈ ഭൂമിയിൽ വെച്ച് നിരവധി പ്രഭാഷണങ്ങളും സംഭാഷണങ്ങളും പ്രസംഗങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ട്. അതിൽ പലതും നമുക്ക് രേഖപ്പെടുത്തി കിട്ടിയിട്ടുണ്ട്. ഞാൻ വിചാരിക്കുന്നു രേഖപ്പെടുത്താത്ത നിരവധി കാര്യങ്ങൾ പിന്നെയും ഉണ്ടാകും. രേഖപ്പെടുത്താത്തവയും ഉണ്ടാകും എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രം പ്രഭാഷണങ്ങളായി അല്ലെങ്കിൽ വ്യക്തികളോടുള്ള, ശിഷ്യന്മാരോടുള്ള, സമൂഹത്തോടുള്ള രേഖപ്പെടുത്തിയിട്ടുള്ള സംഭാഷണങ്ങളും പ്രഭാഷണങ്ങളുമായിട്ട് 14 എണ്ണം ഉണ്ട് എന്നാണ് ഞാൻ ഒരുവിധം നോക്കിയപ്പോഴെനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് വ്യക്തികളോടുള്ള പ്രഭാഷണമാകാം, ശിഷ്യന്മാരോട് ആകാം, സമൂഹത്തോടാകാം. അങ്ങനെയുള്ള 14 പ്രഭാഷണങ്ങൾ ഉള്ളതായിട്ട് പ്രധാനമായിട്ടും എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രം. യോഹന്നാന്റെ സുവിശേഷത്തിൽ എത്ര അത്ഭുതങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് നമുക്ക് ഏവർക്കും അറിയാം. കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന് മുമ്പ് നടന്ന 7 അത്ഭുതങ്ങളാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആ കടൽക്കര ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ശിഷ്യന്മാരോടുള്ള ബന്ധത്തിൽ ആ പെരുത്ത മീൻകൂട്ടങ്ങൾ ഉൾപ്പെടുത്താമെങ്കിൽ 8 അത്ഭുതങ്ങളാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തി കിട്ടിയിട്ടുള്ളത്. നമുക്കറിയാം, അടയാളങ്ങളുടെ ആരംഭമായിട്ട് ചെയ്ത കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയത് 1ാമത്തെ അത്ഭുതമാണ്. അതുപോലെ കാനാവിൽ വെച്ച് തന്നെ നടത്തപ്പെട്ട മറ്റൊരു അത്ഭുതമാണല്ലോ രാജഭൃത്യന്റെ മകന് സൗഖ്യം കൊടുത്തത്. മരിപ്പാറായിരുന്ന ആ രാജഭൃത്യന്റെ മകന് സൗഖ്യം കൊടുത്തത്. അതുപോലെ തന്നെ ബെഥസ്ദാ കുളക്കരയിൽ വെച്ച് 38 വർഷം രോഗിയായിട്ട് കിടന്ന ആ രോഗിയെ സൗഖ്യം നൽകിയത്. 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചത്. കടലിന്മേൽ നടന്ന് ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് 4-ാം യാമത്തിൽ കടന്നു വന്ന കർത്താവായ യേശുക്രിസ്തു കടലിന്മേൽ നടന്ന ആ അത്ഭുത പ്രവൃത്തി. അതുപോലെ പിറവിയിലെ കുരുടനെ ആ ചേറ് ഉണ്ടാക്കി കണ്ണിൽ പുരട്ടി ശിലോഹാം കുളത്തിൽ ചെന്ന് കഴുകാൻ പറഞ്ഞ് സൗഖ്യം കൊടുത്ത ആ അത്ഭുതം. ഏറ്റവും വലിയ അത്ഭുതം മരിച്ച് നാറ്റം വെച്ച് ആ ലാസറിനെ ഉയർപ്പിച്ച അത്ഭുതം. ഇങ്ങനെ 7 അത്ഭുതങ്ങൾ നമുക്ക് യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണുവാനായിട്ട് കഴിയും. അതേസമയം ഞാൻ പറഞ്ഞല്ലോ 14 പ്രഭാഷണങ്ങൾ അല്ലെങ്കിൽ സംഭാഷണങ്ങളുണ്ട്. ഓരോ അത്ഭുതങ്ങൾ കഴിഞ്ഞിട്ടും ഓരോ പ്രഭാഷണങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൂടാതെയും മറ്റു പല പ്രഭാഷണങ്ങൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഈ യോഹന്നാൻ തടവിൽ ആയ ശേഷം മർക്കോസ് 1:14 യേശു ഗലീലയിൽ ചെന്ന് ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു എന്ന് കാണപ്പെടുന്നു. മർക്കോസ് എഴുതിയ സുവിശേഷം 1:14 ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തായിരുന്നു കർത്താവായ യേശുക്രിസ്തു പ്രസംഗിച്ചു തുടങ്ങിയ സുവിശേഷം? കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. ഈ സുവിശേഷ പ്രസംഗം ആരംഭിച്ചത് ഏതെങ്കിലും ഉപദേശിമാരോ ഒന്നുമല്ല. കർത്താവായ യേശുക്രിസ്തുവിനാൽ ആരംഭിക്കപ്പെട്ട ആ സുവിശേഷമാണ് ഇന്നും തുടരുന്നത്. കർത്താവ് പ്രസംഗിച്ചത്
പള്ളികളിൽ മാത്രമല്ല, ദൈവാലയങ്ങളിൽ മാത്രമല്ല, പിന്നെയോ തെരുക്കോണുകളിൽ നിന്നുകൊണ്ട് കർത്താവ് പ്രസംഗിച്ചിട്ടുണ്ട്. ചന്തസ്ഥലങ്ങളിൽ ധനവാന്മാരുടെയും ദരിദ്രന്മാരുടെയും വീടുകളിൽ ഒക്കെ ഇരുന്ന് ഉപദേശിച്ചിട്ടുണ്ട്. കടൽക്കരയിൽ നിന്ന് ഇരുന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. നിർജ്ജന പ്രദേശത്ത് നിന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. മലമേൽ കയറിയിരുന്നു കൊണ്ട് കർത്താവ് പ്രസംഗിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിൽ വെച്ച് എവിടെയും സുവിശേഷം അറിയിപ്പാൻ, ദൈവ രാജ്യത്തിന്റെ വിളംബരം നടത്തുവാൻ ഒരുക്കമുള്ള കർത്താവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കർത്താവിന്റെ സുവിശേഷ പ്രവർത്തനം തുടങ്ങുന്നത് ഒരു ദിവസത്തിന്റെ ഇരുട്ടുള്ള യാമത്തിലാണ്. അതികാലത്ത് ഇരുട്ടുള്ളപ്പോൾ തന്നെ ആരംഭിക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷകൾ. മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 35-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, അതികാലത്ത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട് ഒരു നിർജ്ജന പ്രദേശത്ത് ചെന്ന് പ്രാർത്ഥിച്ചു എന്നാണ് കാണുന്നത്. പ്രാർത്ഥനയോടുകൂടെ ആരംഭിക്കുന്ന സുവിശേഷ പ്രവർത്തനം അല്ലെങ്കിൽ പരസ്യ ശുശ്രൂഷ. 38-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്, ഈ അവര് കർത്താവായ യേശു ക്രിസ്തുവിനെ വളരെ പ്രഭാതത്തിൽ നോക്കിയപ്പോൾ, പത്രോസും അന്ത്രയോസും നോക്കിയപ്പോൾ കണ്ടില്ല. അവരുടെ വീട്ടിലായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ കൂടത്തിലായിരിക്കാം ഒരുപക്ഷെ കർത്താവ് വിശ്രമിച്ചത്. രാവിലെ എണീറ്റപ്പോൾ കർത്താവിനെ കാണുന്നില്ല. അവർ അന്വേഷിച്ചപ്പോൾ ഈ നിർജ്ജന പ്രദേശത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിനെയാണ് അവർക്ക് കാണുവാനായിട്ട് കഴിഞ്ഞത്. 38-ാം വാക്യത്തിൽ അവർ അവരോട് പറഞ്ഞു, ഞാൻ അടുത്ത കർത്താവായ യേശു ക്രിസ്തു അവരെ അന്വേഷിച്ചു വന്ന അവരോട് പറയുകയാണ്, ഞാൻ അടുത്ത ഊരുക്കളിലും പ്രസംഗിക്കേണ്ടതിന് നാം അവിടേക്ക് പോകാം, ഇതിനായിട്ടല്ലോ ഞാൻ പുറപ്പെട്ട് വന്നിരിക്കുന്നത്. അതായത് പത്രോസും അന്ത്രയോസും എന്ന് പറയുകയാണ്, നിന്നെ ജനം അന്വേഷിക്കുന്നു, ഇരുട്ടുള്ളപ്പോഴാ നിന്നെ ജനം അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കർത്താവ് പറയുകയാണ്, ഞാൻ ഇനി അടുത്ത ഊരുക്കളിലും പോയി പ്രസംഗിക്കേണ്ടത് ആവശ്യമാണ്, ഇതിനായിട്ടല്ലോ പുറപ്പെട്ടു വന്നിരിക്കുന്നത്. എല്ലായിടവും എവിടെയൊക്കെ പോകാൻ കഴിയുമോ അവിടെയെല്ലാം നടന്നും ഒക്കെ പോയി വളരെ പരസ്യ ശുശ്രൂഷ നിർവഹിച്ച ഒരു പ്രധാന വ്യക്തിത്വമാണല്ലോ കർത്താവായ യേശു ക്രിസ്തു. അങ്ങനെ കർത്താവ് കഫർന്നഹൂമിൽ നിന്ന് ഗലീലയിലേക്ക് പോയി. അതികാലത്ത് തുടങ്ങുന്ന ഈ പ്രഭാഷണവും തൻ്റെ പ്രവർത്തന ശുശ്രൂഷകളും അവസാനിക്കുന്നത് വളരെ താമസിച്ചാണ്. ഈ മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 32-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, വൈകുന്നേരം സൂര്യൻ അസ്തമിച്ച ശേഷവും അവർ സകലവിധ ദീനക്കാരെയും ഭൂതഗ്രസ്തരെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവരും. അങ്ങനെ സൂര്യൻ അസ്തമിച്ച ശേഷവും, വളരെ ഇരുട്ടുള്ളപ്പോൾ പ്രഭാതത്തിൽ അതിരാവിലെ തുടങ്ങുന്ന ശുശ്രൂഷ അവസാനിക്കുന്നത് സൂര്യൻ അസ്തമിച്ച് വളരെ താമസിച്ചാണ് തൻ്റെ ശുശ്രൂഷകൾ അവസാനിക്കുന്നത്. മർക്കോസ് സുവിശേഷം 1:42 നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, ജനബാഹുല്യം നിമിത്തം അവിടത്തേക്ക് പലപ്പോഴും പട്ടണങ്ങളിൽ പ്രവേശിപ്പാൻ കഴിയാതെ വരും എന്ന് കാണുന്നു. തന്നെ എപ്പോഴും ജനം തിക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ പട്ടണത്തിൽ പ്രവേശിക്കാൻ കഴിയാതെ നിർജ്ജന പ്രദേശങ്ങളിലേക്ക് കടന്നു പോകുന്ന കർത്താവിനെ നമുക്ക് കാണാനായിട്ട് കഴിയും. ആ നിർജ്ജന പ്രദേശങ്ങളിലേക്ക് പോയാൽ അവിടെയും ജനം വളരെയധികം ആവേശത്തോടെ കൂടി വരുന്നത് കാണുവാനായിട്ട് കഴിയും. എന്തിനു വേണ്ടി? തൻ്റെ പ്രഭാഷണം, തൻ്റെ ഉപദേശങ്ങൾ കേൾക്കുവാൻ, തൻ്റെ അത്ഭുത പ്രവൃത്തികൾ അനുഭവിക്കുവാനും കാണുവാനും വേണ്ടി ജനം ധാരാളം കടന്നു വരുന്നതാണ്. ഈ നിർജ്ജന പ്രദേശത്ത് ഒരിക്കൽ കടന്നുപോയപ്പോഴാണ് അവിടെ വെച്ചാണ് 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച ആ മഹാസംഭവം നടക്കുന്നത്. പ്രിയമുള്ളവർ, എന്തിന് ഞാനിത് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, നമുക്ക് പിന്തുടരുവാൻ നല്ല മാതൃക വച്ചേച്ച് പോയവനാണ് കർത്താവ്. അങ്ങനെയാണെങ്കിൽ നാം എത്രത്തോളം ഇത്തരത്തിലുള്ള സുവിശേഷീകരണത്തിൽ ഇത്രത്തോളം ഒരു മാതൃക നാം പിന്തുടരും? സുവിശേഷം അറിയിക്കുവാൻ, മറ്റുള്ളവരോട് സുവിശേഷം അറിയിക്കുവാൻ നാം എത്രത്തോളം ആവേശമുള്ളവരാണ്? കർത്താവായ യേശു ക്രിസ്തു വളരെ രാവിലെ തുടങ്ങി രാത്രി വരെയും തുടരുന്ന സുവിശേഷ പ്രവർത്തനം അല്ലെങ്കിൽ ശുശ്രൂഷകൾ നാം എത്രത്തോളം കുറവുള്ളവരാണ് എന്നുള്ളത് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ട്, എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകൽ ഉള്ളയിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു, ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. പകലുള്ളയിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു, ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. We must work the works of him who sent me as long as it is day. Night is coming when no one can work. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരും. പ്രിയമുള്ളവരെ,
നമ്മൾ സുവിശേഷ പ്രവർത്തനത്തിന് കർത്താവ് നൽകിയ, ശിഷ്യന്മാർക്ക് നൽകിയ മഹാനിയോഗം, ഗ്രേറ്റ് കമ്മീഷൻ എന്നറിയപ്പെടുന്നതാണ് സുവിശേഷം. മത്തായി സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യത്തിലാണെന്ന് തോന്നുന്നല്ലോ, കർത്താവ് ശിഷ്യന്മാരുടെ അടുത്ത് ചെന്ന് 11 ശിഷ്യന്മാർ നിൽക്കുകയാണ്, ഒരാളില്ല, 11 ശിഷ്യന്മാർ അവരുടെ അടുത്ത് ചെന്നിട്ട് പറയുകയാണ്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, കർത്താവായ യേശുക്രിസ്തുവിന് നൽകപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം. ഞാൻ ഉപദേശിച്ചതൊക്കെയും അവർക്ക് പറഞ്ഞു കൊടുത്ത്, അല്ലെങ്കിൽ അവർക്ക് ഉപദേശിച്ച്, ഞാൻ പറഞ്ഞതൊക്കെയും ഉപദേശിച്ച് സകല ജാതികളെയും ശിഷ്യന്മാരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോടുകൂടെ ഉണ്ട്. ഇതാണ് തൻ്റെ മഹാനിയോഗം. അത് ശിഷ്യന്മാരെ ഏൽപ്പിച്ച ആ നിയോഗം നമ്മൾ ഏറ്റെടുത്ത് ഇന്ന് അനുസ്യൂതം തുടരുകയാണ്. അതിൽ എത്രത്തോളം നാം ഉത്സാഹമുള്ളവരാണ് എന്ന് നാം പ്രത്യേകമായിട്ട് ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. തൻ്റെ പ്രഭാഷണങ്ങൾ എല്ലാം, മാളികമുറി പ്രഭാഷണമെന്നല്ല, ഗിരിപ്രഭാഷണമെന്നല്ല, കടൽക്കരയിൽ വെച്ചുള്ള പ്രഭാഷണമെന്നല്ല, എല്ലാം പ്രധാനമുള്ളത്, താൻ പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും വളരെ പ്രാധാന്യമുണ്ട്. എന്നാൽ ചില പ്രഭാഷണങ്ങൾക്ക് നമ്മൾ വളരെ പ്രാധാന്യം കൊടുത്ത്, അല്ലെങ്കിൽ വളരെ കൂടുതലായിട്ട് നാം പഠിക്കുന്നു എന്നുള്ളതാണ്. മത്തായി സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിൽ പുരുഷാരത്തെ കണ്ടപ്പോൾ മലമേൽ കയറി ഇരുന്നു കൊണ്ട് നടത്തിയ പ്രഭാഷണം, അതിനെ നമ്മൾ ഗിരിപ്രഭാഷണം എന്ന് പറഞ്ഞാണ് നമ്മൾ സാധാരണ പഠിക്കുന്നത്. ദൈവരാജ്യത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളാണ് ഈ ഗിരിപ്രഭാഷണത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതുപോലെ മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിൽ കടൽക്കരയിൽ വെച്ച് പടകിൽ ഇരുന്നു കൊണ്ട് ദൈവരാജ്യത്തിൻ്റെ മാർമിക സത്യങ്ങൾ 7 ഉപമകളിലൂടെ താൻ പകർന്നു കൊടുക്കുകയുണ്ടായി. അതും തൻ്റെ പ്രഭാഷണത്തിൽ വരുന്നതാണ്. ആ കടൽക്കരയിൽ പടകിൽ ഇരുന്നു കൊണ്ട് 7 ഉപമകൾ ലൂക്കോസ് സുവിശേഷത്തിൽ ആ ഉപമകൾ വിസ്തരിച്ച് കാണുവാൻ കഴിയും. അതുപോലെ മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിലും കാണാനായിട്ട് സാധിക്കും. മത്തായി സുവിശേഷം തന്നെ 24, 25 അധ്യായങ്ങളിൽ അന്ത്യകാല സംഭവത്തോടുള്ള ബന്ധത്തിൽ ശിഷ്യന്മാർ കർത്താവോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ട് നടത്തിയ പ്രഭാഷണം, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒലിവുമല പ്രഭാഷണം എന്നാണ് അതിനറിയപ്പെടുന്നത്. ദൈവരാജ്യത്തിൻ്റെ സ്ഥാപനം എന്ന അതിലാണ് താൻ ആ ഒലിവുമല പ്രഭാഷണത്തിൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ഇവിടെ എൻ്റെ പ്രധാനപ്പെട്ട വിഷയം യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം മുതൽ 17-ാം അധ്യായം വരെ വ്യാപിച്ച് കിടക്കുന്ന തൻ്റെ പ്രവർത്തനങ്ങളും തൻ്റെ സംഭാഷണങ്ങളും തൻ്റെ പ്രഭാഷണങ്ങളും. ഇത് പ്രധാനമായിട്ടും നടത്തിയത് പെസഹ പെരുന്നാളിനോടനുബന്ധിച്ചാണ്. ഇത് നടത്തിയ ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ചാണ്, വിരിച്ചൊരുക്കിയ വൻ മാളികയിൽ വെച്ച് നടത്തിയ പ്രഭാഷണം. അതുകൊണ്ടാണ് ഇതിനെ മാളികമുറി പ്രഭാഷണമെന്ന് നമ്മൾ സാധാരണ പറയുന്നത്. മാളികമുറി പ്രഭാഷണം എല്ലാം മാളികമുറിയിൽ വെച്ചല്ല നടന്നത്. ഇതിൽ കുറെ ഭാഗം മാളികമുറിയിൽ വെച്ച്, അതിനുശേഷം താൻ ആ മാളികമുറിയിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയിട്ട് പോകുന്ന വഴിയോ അതിന് പിന്നിൽ വെച്ച് പറയുന്ന യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നുള്ളൂ തുടങ്ങുന്നത് മാളികമുറിയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ്. അതിനുശേഷം ഒലിവുമലയിലേക്ക് അല്ലെങ്കിൽ ഗത്സമന തോട്ടത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നടത്തിയ മധ്യസ്ഥ പ്രാർത്ഥനയാണ് 17-ാം അധ്യായത്തിൽ കാണുന്നത്. അപ്പം മാളികമുറി പ്രഭാഷണം എന്ന് നാം പറയുന്നെങ്കിലും എല്ലാം മാളികമുറിയിൽ വെച്ച് നടന്നു എന്ന് നാം പൂർണ്ണമായിട്ടും കരുതണ്ട. മാളികമുറിയുടെ വെളിയിൽ വെച്ചും ആ ഗത്സമന തോട്ടത്തിലേക്ക് പോകുന്നതിന് മുമ്പും ഒക്കെ നടന്ന കാര്യങ്ങളാണ് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ മാളികമുറിയിൽ വെച്ച് നടന്ന സംഭവങ്ങൾ ഏതാണ്ട് ഈ 3 മണിക്കൂറോളമാണ് അവിടുത്തെ സംഭവങ്ങൾ നടന്നത്. ഇതിനെ അന്തിമ സന്ദേശം എന്നാണ് ഞാൻ പറയാനായിട്ട് ഇഷ്ടപ്പെടുന്നത്. അന്തിമമായ പ്രസംഗം, അല്ലെങ്കിൽ അന്തിമമായ സന്ദേശം, അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം വിടവാങ്ങൽ സന്ദേശം. ഒരു വ്യക്തി വിടവാങ്ങുമ്പോൾ നടത്തുന്ന പ്രസംഗത്തിന് അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും പ്രാധാന്യമുണ്ടെങ്കിലും ഇതിന് വളരെ പ്രാധാന്യമുണ്ട് എന്നുള്ളത് നാം പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം. കർത്താവിൻ്റെ 3.5 വർഷത്തെ പരസ്യ ശുശ്രൂഷയിൽ അവസാനത്തെ 3 മണിക്കൂറുകൾ, അതായത് തന്നെ ബന്ധിക്കുന്നതിന് മുമ്പുള്ള നിർണായക നിമിഷങ്ങളാണ് ഈ 3 മണിക്കൂർ. ഈ 3 മണിക്കൂർ പറഞ്ഞ കാര്യങ്ങൾ, ചെയ്ത കാര്യങ്ങളൊക്കെ നാം അതിൻ്റെതായ പ്രാധാന്യത്തോടെ എടുക്കേണ്ടത് ആവശ്യമാണ്. പലരും അന്തിമ സന്ദേശങ്ങൾ നടത്തിയിട്ടുണ്ടല്ലോ, അല്ലേ? ബൈബിളിൽ ഒരുപാട് അന്തിമ സന്ദേശങ്ങൾ, അല്ലെങ്കിൽ വിടവാങ്ങൽ പ്രസംഗങ്ങളും വിടവാങ്ങൽ സന്ദേശങ്ങളും ധാരാളമുണ്ട്. യാക്കോബ്
ഉൽപ്പത്തി പുസ്തകം 49 അധ്യായത്തിൽ യാക്കോബ് തൻ്റെ അന്ത്യസമയത്ത് മക്കളെയെല്ലാം വിളിച്ച് നടക്കുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ അവിടെ അനുഗ്രഹിക്കുകയും അവരോട് കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്തതായിട്ട് കാണാനായിട്ട് സാധിക്കും. ആവർത്തന പുസ്തകം 32-33 അധ്യായങ്ങളിൽ യോശുവയുടെ അന്തിമ സന്ദേശം, യഹോവ നൽകിയ പാട്ടും ഒക്കെ പാടി അവർക്ക് കൊടുക്കുന്ന അന്തിമ സന്ദേശം നമ്മുടെ കാണുവാനായിട്ട് കഴിയും. മഴ പോലെ എൻ്റെ ഉപദേശം പൊഴിയും, എൻ്റെ വചനം മഞ്ഞുപോലെയും ഇളംപുല്ലിൽ പൊടി പോലെയും സസ്യത്തിന്മേൽ മാരി പോലെയും ചൊരിയും. ഞാൻ യഹോവയുടെ നാമം ഘോഷിക്കും, നമ്മുടെ ദൈവത്തിന് മഹത്വം കൊടുപ്പിൻ. ഇതാണ് മോശയുടെ അന്തിമ സന്ദേശം തുടങ്ങുന്നത്. ഇങ്ങനെയാണ്. ഇതൊരു മഹാകാവ്യമായിട്ട് അറിയപ്പെടുന്നതാണ് മോശയുടെ അന്തിമ സന്ദേശം. ശമൂവേൽ പ്രവാചകൻ തൻ്റെ വിടവാങ്ങൽ സന്ദേശം അല്ലെങ്കിൽ തൻ്റെ അന്തിമ സന്ദേശം കൊടുക്കുന്നത് 12-ാം അധ്യായത്തിലാണ്. അതിൽ വെല്ലുവിളികളും തൻ്റെ ആ പൗരോഹിത്യ ശുശ്രൂഷയുടെയും പ്രവാചക ശുശ്രൂഷയുടെയും മാഹാത്മ്യത്തെക്കുറിച്ച് ജനത്തെ ബോധ്യപ്പെടുത്തുന്ന ഒരു അന്തിമ സന്ദേശം 12-ാം അധ്യായത്തിൽ 1 ശമൂവേൽ 12-ാം അധ്യായത്തിൽ കാണുവാനായിട്ട് കഴിയും. യോശുവ 23-24 അധ്യായങ്ങളിൽ യോശുവയുടെ വിടവാങ്ങൽ സന്ദേശം, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും, നിങ്ങൾ ആരെ സേവിക്കും? ഒരു ഭയങ്കര ആഹ്വാനമാണ് യോശുവ തൻ്റെ വിടവാങ്ങൽ സന്ദേശത്തിലൂടെ നൽകപ്പെട്ടത്. 2 ശമൂവേൽ 23-ാം അധ്യായത്തിൽ ദാവീദിന്റെ അന്ത്യ സന്ദേശം കാണുവാനായിട്ട് കഴിയും. ദാവീദിന്റെ അന്ത്യ സന്ദേശം, യഹോവയുടെ ആത്മാവ് എന്നിൽ സംസാരിക്കുന്നു, അവന്റെ വചനം എൻ്റെ നാവിന്മേൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ അന്ത്യ സന്ദേശം വളരെ മനോഹരമാണ്. പുതിയ നിയമത്തിലുണ്ട് ഇത്തരം അന്ത്യ സന്ദേശങ്ങൾ. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ വിടവാങ്ങൽ സന്ദേശം നടത്തുന്നത് അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിലും അതുപോലെ തിമോത്തിയോസ് 2-ാം ലേഖനം 4-ാം അധ്യായത്തിലും തൻ്റെ അന്ത്യ സന്ദേശമുണ്ട്, അല്ലേ? അവിടെ പറയും, ഇപ്പോൾ ഞാൻ ആത്മാവിൽ ബന്ധിക്കപ്പെട്ടവനായി യെരുശലേമിലേക്ക് പോകുന്നു. ആ സന്ദേശം വായിച്ചാൽ നമ്മുടെ കണ്ണുകൾ ഈറനണിയും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ആ സന്ദേശം താൻ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, അതുകൊണ്ട് ഉണർന്നിരിപ്പിൻ. പ്രിയമുള്ളവരെ, ഇത്തരത്തിലുള്ള അന്ത്യ സന്ദേശങ്ങൾ അല്ലെങ്കിൽ വിടവാങ്ങൽ സന്ദേശങ്ങൾ വളരെ മനോഹരമാണ്. ഇതൊക്കെ നാം പഠിക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കേണ്ടതുമായ സന്ദേശങ്ങളാണ്. അതുപോലെ അതിൽ പരമായി ഈ പ്രവാചകന്മാരെക്കാൾ അപ്പോസ്തലനായ പൗലോസിനേക്കാൾ എത്രയോ ഉന്നതനാണ് കർത്താവായ യേശുക്രിസ്തു. ആ യേശുക്രിസ്തു താൻ നടത്തിയ അന്ത്യ സന്ദേശം, വിടവാങ്ങൽ സന്ദേശം, അത് എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് നാം മനസ്സിലാക്കി ഇതിന് ആ തരത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഈ സന്ദേശം നടത്തുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഒരു മാളിക മുറിയിൽ വെച്ചാണ്. ഒരു മാളിക മുറി, അപ്പർ ഹൗസ് അല്ലെങ്കിൽ അപ്പർ റൂം എന്ന് പറയാം. ഈ മാളിക മുറിയെക്കുറിച്ച് മത്തായി സുവിശേഷം 26-ാം അധ്യായം 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ, മർക്കോസ് സുവിശേഷം 14-ാം അധ്യായം 12 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ, ലൂക്കോസ് സുവിശേഷം 22-ാം അധ്യായം 7 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ, യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം മുതൽ ഈ മാളിക മുറിയിൽ വെച്ച് നടക്കുന്ന സംഭവങ്ങളെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ മറ്റു സുവിശേഷങ്ങളിലൊന്നും ഇല്ലാത്ത ധാരാളം കാര്യങ്ങളാണ് ഈ മാളിക മുറിയിൽ നടക്കുന്നത്. ഞാനിങ്ങനെ പറയാറുണ്ട്, ഈ കമന്ററി എന്ന് പറഞ്ഞാൽ ദൃക്സാക്ഷി വിവരണം. ഫുട്ബോൾ മത്സരങ്ങളൊക്കെ കാണുന്നവർക്ക് അറിയാലോ ഈ ദൃക്സാക്ഷി വിവരണം. അതുപോലെ യോഹന്നാൻ അപ്പോസ്തലൻ ഈ കാര്യം, മാളിക മുറിയിൽ വെച്ച് നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാള് വിളിച്ചു പറയുന്നത് പോലെ, ദൃക്സാക്ഷി വിവരണം പോലെ, കമന്ററി പോലെ ഇങ്ങനെ പറയുന്നത് മറ്റു സുവിശേഷങ്ങളിലൊന്നും എനിക്ക് കാണുവാനായിട്ട് കഴിഞ്ഞില്ല. ഇത് ഒരു മാളിക മുറിയിൽ വെച്ച് നടക്കുന്നു. പ്രത്യേകിച്ച് ഒരു സമയമുണ്ടല്ലോ ഇതിന്, പെസഹ, അല്ലേ? പെസഹ കുഞ്ഞാടിനെ അറുക്കുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ 1-ാം നാളിൽ ശിഷ്യന്മാർ അവനോട് ചോദിക്കുകയാണ്, നിനക്ക് പെസഹ കഴിക്കുവാൻ ഞങ്ങൾ എവിടെ ഒരുക്കണം എന്ന് ചോദിച്ചു. അവൻ ശിഷ്യന്മാരിൽ 2 പേരെ നഗരത്തിലേക്ക് അയക്കുകയാണ്. നിങ്ങൾ നഗരത്തിൽ ചെല്ലുവിൻ, അവിടെ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ നിങ്ങളെ എതിർപെടും. അവന്റെ പിന്നാലെ ചെന്ന് അവൻ കടക്കുന്നിടത്ത് ആ വീട്ടുടയവനോട്, ഞാൻ എൻ്റെ ശിഷ്യന്മാരുമായി പെസഹ കഴിക്കുന്നതിൻ്റെ ശാല എവിടെയെന്ന് ഗുരു ചോദിക്കുന്നു എന്ന് പറവിൻ. അവൻ വിരിച്ചൊരുക്കിയ ഒരു മാളിക, വൻമാളിക, അങ്ങനെയാണ് പറയുന്നത്, വിരിച്ചൊരുക്കിയ ഒരു വൻമാളിക കാണിച്ചു തരും, അവിടെ നമുക്ക് ഒരുക്കുവിൻ എന്ന് പറഞ്ഞു. മത്തായി സുവിശേഷത്തിലും ലൂക്കോസ് സുവിശേഷത്തിലും ഈ ഭാഗങ്ങൾ കാണുവാനായിട്ട് കഴിയും. ശിഷ്യന്മാര് പുറപ്പെട്ട് നഗരത്തിൽ ചെന്ന് അവർ തങ്ങളോട് പറഞ്ഞതുപോലെ കണ്ട് പെസഹ ഒരുക്കി. സന്ധ്യ ആയപ്പോൾ കർത്താവ് ആ സ്ഥലത്തേക്ക് കടന്നു ചെല്ലുകയാണ്.
പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ 1-ാം ദിവസം, അതായത് നിസാൻ മാസം 14-ാം തീയതി ഉച്ച കഴിഞ്ഞല്ലെങ്കിൽ സന്ധ്യയാകുന്ന സമയമാണ് ഇതിൻ്റെ സമയം. 15-ാം തീയതി ആരംഭത്തിലാണ്, ഈ സന്ധ്യാസമയത്ത് ആണ് പെസഹ കഴിക്കുന്നത്. ഈ യഹൂദന്മാരുടെ ഈ ദിവസം തുടങ്ങുന്നതും അവസാനിക്കുന്നതും വൈകുന്നേരം തുടങ്ങി അടുത്ത ദിവസം വൈകുന്നേരമാണ് അവസാനിക്കുന്നത്. ആ തരത്തിലാണ് ഈ ഭാഗങ്ങൾ, ബൈബിളിലെ ഈ ഭാഗങ്ങളൊക്കെ കർത്താവിൻ്റെ ക്രൂശീകരണവും അതുപോലെ എല്ലാ അടക്ക ശുശ്രൂഷയും ഒക്കെ ചിന്തിക്കേണ്ടത് അത്തരത്തിൽ വേണം ചിന്തിക്കാൻ. അല്ലെങ്കിൽ പല കൺഫ്യൂഷനും അതിൽ കടന്നു വരുവാനുള്ള സാധ്യതയുണ്ട്. പെസഹ ഒരുക്കേണ്ട സ്ഥലം അത് കർത്താവ് മുന്നമേ കണ്ടു. മറ്റു പെസഹകൾക്കൊന്നും ധാരാളം കർത്താവായ യേശു ക്രിസ്തു പല പെസഹകൾക്കും പങ്കെടുത്തിട്ടുണ്ട്. അത് നമ്മൾ ബൈബിളിൽ കാണാനായിട്ട് കഴിയും. യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായത്തിൽ തന്നെ ആ അത്ഭുതം പ്രവർത്തിച്ചതിന് ശേഷം യെരുശലേമിലേക്ക് പോവുകയാണ്. പെസഹ അടുത്തിരിക്കുന്നു. പ്രിയമുള്ളവരെ, എന്നാൽ ഈ പെസഹയ്ക്ക് കർത്താവ് പ്രത്യേകമായ ഒരു പ്രാധാന്യം കൽപ്പിച്ചിരുന്നു. പ്രത്യേകമായ പ്രാധാന്യം ഈ പെസഹയ്ക്ക് ഒരുക്കുവാനായിട്ട് 2 ശിഷ്യന്മാരായിരിക്കുകയാണ്. ഈ ശിഷ്യന്മാരാരൊക്കെയാണെന്നുള്ളത് മത്തായി സുവിശേഷത്തിൽ പറയുന്നുണ്ട്. പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും. പത്രോസിനെയും യോഹന്നാനെയുമാണ് ഈ നഗരത്തിലേക്ക് പറഞ്ഞു വിടുന്നത്. നല്ല 2 ശിഷ്യന്മാരാണ്. ആത്മാർത്ഥതയുള്ള, വളരെയധികം കർത്താവിനെ സ്നേഹിക്കുകയും കർത്താവ് സ്നേഹിക്കുകയും ചെയ്ത 2 അരുമ ശിഷ്യന്മാരെയാണ് ഈ പ്രധാനപ്പെട്ട കാര്യത്തിനായിട്ട് കർത്താവ് പറഞ്ഞയക്കുന്നത്. മത്തായി സുവിശേഷത്തിൽ വായിക്കുമ്പോൾ ഇന്നവൻ്റെ വീട്ടിൽ ഇന്നവൻ്റെ അടുക്കൽ ചെല്ലണം എന്നവിടെ കാണുന്നുണ്ട്. ഇന്നവൻ്റെ അടുക്കൽ. പക്ഷേ ആളിൻ്റെ പേരൊന്നും പറഞ്ഞിട്ടില്ല. ആളിൻ്റെ പേര് പറഞ്ഞിട്ടില്ല. അവിടെ ചെല്ലുമ്പോൾ ഒരു പുരുഷൻ ഒരു കുടം വെള്ളം കൊണ്ടുവരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പുരുഷന്മാർ, ബൈബിളിൽ പുരുഷന്മാർ വെള്ളം കോരാൻ പോകുന്നതും വെള്ളം കൊണ്ടുവരുന്നതും വേറെ എവിടെയും കാണാനായിട്ട് കഴിയില്ല. ഇവിടെ എന്താ ഒരു പുരുഷനെ ദൈവം അങ്ങനെ നിയോഗിച്ചത് എന്ന് ഞാൻ ചിന്തിക്കാനുണ്ടായി. കാരണം എന്താ, ശിഷ്യന്മാർക്ക് ഒരു കൺഫ്യൂഷനും വരുമ്പോൾ ഒരു പുരുഷൻ ഒരു കുടം വെള്ളവും കൊണ്ടുവരും. അവനോടൊന്നും ചോദിക്കണ്ട. അവൻ കയറിപ്പോകുന്ന വീട്ടിൽ ചെന്നിട്ട് ആ വീട്ടിലെ ഉടയവനോട് വേണം ചോദിക്കാൻ. മനസ്സിലായല്ലോ? വളരെ വളരെ വ്യക്തമായിട്ട് കർത്താവ് ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പലരുടെയും ആ വീട്ടുടയവൻ്റെ പേരൊന്നും പറഞ്ഞിട്ടില്ല. ഇന്നവൻ്റെ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വീട്ടുടയവൻ്റെ പേരൊന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ ഈ പേര് പറയാതെ പ്രവർത്തികൾ എടുത്തു പറയുന്ന ധാരാളം സംഭവങ്ങൾ ബൈബിളിൽ കാണുവാനായിട്ട് കഴിയും. അവരുടെ പേരിനല്ല പ്രാധാന്യം, അവർ ചെയ്ത പ്രവൃത്തികൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ പേരിനോ നമ്മുടെ പെരുമയ്ക്കോ നമ്മുടെ കാര്യങ്ങൾക്കൊന്നും അല്ല ഒരു പ്രാധാന്യമില്ല. നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ ശുശ്രൂഷകൾ, അതിനാണ് ദൈവം പ്രാധാന്യം കൊടുക്കുന്നത്. അത് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കി. നമ്മുടെ പേരിനല്ല, നമ്മുടെ പേരിൻ്റെ മഹിമയ്ക്കോ നമ്മുടെ പേരിൻ്റെ പ്രസിദ്ധിക്കോ അല്ല നാം ദൈവത്തിനായിട്ട് ശുശ്രൂഷ ചെയ്യേണ്ടത്. നമ്മൾ അറിയപ്പെടേണ്ടത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിലൂടെ, നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷകളിലൂടെ അറിയപ്പെടണം. അങ്ങനെയുള്ള ധാരാളം പേരുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വിരിച്ചൊരുക്കിയ വൻമാളിക നൽകിയ ആ വീട്ടുടയവൻ്റെ പേര് ഇവിടെ പറഞ്ഞിട്ടില്ല. ഇന്നവൻ്റെ എന്ന് മാത്രം ഒരു കാര്യമേ, അവിടെ പേരൊന്നും കാണുവാനായിട്ട് കഴിയുന്നില്ല. പ്രിയമുള്ളവരെ, എല്ലാം കൃത്യമായിട്ട് വെളിപ്പെടുത്തുന്ന കർത്താവ്. നാം കർത്താവിൻ്റെ വാക്കനുസരിച്ച് അല്ലെങ്കിൽ വിളിയനുസരിച്ച് പുറപ്പെട്ടാൽ എങ്ങനെ, എവിടെ എന്നൊന്നും നമ്മൾ തീരുമാനിക്കണ്ട. ആര് തീരുമാനിക്കും? നമ്മെ വിളിച്ച, നമ്മളോട് പോകുവാൻ പറഞ്ഞ കർത്താവ് തീരുമാനിക്കും. സംശയിക്കണ്ട. ദൈവത്തിൻ്റെ വിളി കേട്ട് ഒരു കാര്യത്തിന് ദൈവീകമായ ശുശ്രൂഷയ്ക്കായിട്ട് പുറപ്പെട്ടാൽ ഒരു കൺഫ്യൂഷനും നമ്മുടെ ജീവിതത്തിൽ വേണ്ട. എല്ലാം കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടാണ് നമ്മെ പറഞ്ഞയക്കുന്നത്. ഏലിയാ പ്രവാചകനെ കുറിച്ച് പറഞ്ഞല്ലോ, കെരീത്ത് തോട്ടിലേക്ക് പോ, അവിടെ വെള്ളമുണ്ട്. കാക്കയെ കൽപ്പിച്ചാക്കി. അവിടെ നിന്ന് സാരാഭാത്തിലേക്ക് പോ, അവിടെ ഒരു വിധവയോട് കൽപ്പിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമ്മെ ദൈവീക ശുശ്രൂഷയ്ക്കായിട്ട് നിയോഗിക്കുമ്പോൾ നാം പിന്നെ അവിടെ ചെന്നാൽ എങ്ങനെ അവിടെ പോകും? അവിടെ എങ്ങനെ? ഒരു കൺഫ്യൂഷനും വേണ്ട. ദൈവം എല്ലാം മുന്നമേ ഒരുക്കിയിട്ടാണ് ദൈവത്തിൻ്റെ മക്കളെ ദൈവീക ശുശ്രൂഷയ്ക്കായിട്ട് വിളിക്കുകയും അയക്കുകയും ചെയ്യുന്നത്. നാം കർത്താവിൻ്റെ വാക്കനുസരിച്ച് പുറപ്പെടണം. അവിടെ ചെന്നിട്ട് ചെയ്യേണ്ട ശുശ്രൂഷ ശരിയായ തരത്തിൽ ചെയ്യണം. പെസഹ ഒരുക്കണം, ദൈവവചനം വിളമ്പണം, പ്രാർത്ഥിക്കണം. ഒരു സംശയവും നമ്മുടെ ജീവിതത്തിൽ വരേണ്ട കാര്യമില്ല. പറഞ്ഞ പ്രകാരം ഈ ശിഷ്യന്മാർ പോയപ്പോൾ അവിടെ എല്ലാം അതുപോലെ കണ്ടു, അതുപോലെ തന്നെ സംഭവിച്ചു. അവർ പെസഹ ഒരുക്കി. നാം ദൈവത്തിൻ്റെ ആലോചന പ്രകാരം ആത്മീയ ശുശ്രൂഷകൾ നിർവഹിക്കുമ്പോൾ കർത്താവ്, അവിടെ പിന്നെ സന്ധ്യയായപ്പോൾ കർത്താവ് വന്നു എന്നാണ് വായിക്കുന്നത്. ഈ നാം ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം
ദൈവം പറഞ്ഞതുപോലെയുള്ള ശുശ്രൂഷകൾ നിർവഹിക്കുമ്പോൾ എന്തുവരും? കർത്താവ് അവിടെ വരും. കർത്താവ് അവിടെ വരും. കർത്താവ് മുൻകൂട്ടി അറിഞ്ഞിരുന്നതും വീട്ടുടയവൻ കാണിച്ചു കൊടുത്തതുമായ ആ മാളിക മുറിയിൽ പല സവിശേഷതകൾ പരിശുദ്ധാത്മാവ് എടുത്ത് പറയുന്നുണ്ട്. ആ മാളിക മുറിയെക്കുറിച്ച് പലതും. എന്തിനാണ് അതൊക്കെ ഇങ്ങനെ എടുത്ത് പറയുന്നതെന്ന് ഞാൻ ചിന്തിച്ചു. അതിനെല്ലാം പല 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 ഉദ്ദേശങ്ങളുണ്ട്. ഈ മാളിക മുറിയെക്കുറിച്ച് പഠിക്കുമ്പോൾ ചില കാര്യങ്ങൾ കൂടെ നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണം. ഈ മാളിക മുറിയിൽ വെച്ച് നടക്കുന്ന കാര്യങ്ങളാണല്ലോ. അതുകൊണ്ട് ഈ മുറിക്ക് അല്പ പ്രാധാന്യം ഞാൻ കൊടുത്ത് ചില കാര്യങ്ങൾ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ മാളിക മുറി, അതായത് ഈ പഴയ യഹൂദ്യ പ്രദേശങ്ങളിൽ വഴിയമ്പലം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട വീടുകൾക്ക് 3 ഭാഗങ്ങളാണ് ഉണ്ടായിരിക്കുക. ഞാൻ പലപ്പോഴും ഇത് പറഞ്ഞിട്ടുള്ളതാണ്. 3 ഭാഗങ്ങളാണ് ഉണ്ടായത്. ഒന്നാമത്തെ ഭാഗം അല്ലെങ്കിൽ ആദ്യത്തെ ഭാഗം, വഴിയമ്പലമായാലും അല്ലെങ്കിൽ ഒരു ഭവനം ആയാലും, പ്രധാനപ്പെട്ട ഭവനങ്ങൾ, കുടിലല്ലാത്ത പ്രധാനപ്പെട്ട ഭവനങ്ങളായാലും 3 ഭാഗങ്ങളുണ്ടാകും. ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് അതിനെ പുതിയ ഭാഷയിൽ കാറ്റലൂമ, എബ്രായ ഭാഷയിൽ പറയപ്പെടുന്നത് ഗ്രീക്ക് ഭാഷയിൽ കാറ്റലൂമ എന്നാണ് അറിയപ്പെടുന്നത്. ഈ കാറ്റലൂമ എന്ന് പറയുന്നത് വീടിൻ്റെ പുറം ഭാഗമാണ്. വീടിൻ്റെ പുറം ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ സിറ്റ് ഔട്ട് പോലെയുള്ള ഭാഗമല്ല, അതിനേക്കാളും പുറമേയുള്ള ഭാഗം. യാത്രക്കാർ അല്ലെങ്കിൽ യാത്ര ചെയ്തു വരുന്നവർ, വീട്ടിലെ ആൾക്കാരാണെങ്കിൽ അവർ യാത്ര ചെയ്തു വരുമ്പോൾ അവർ കൊണ്ടുവരുന്ന ഭണ്ഡാരക്കെട്ടുകൾ, അവരുടെ ചെരുപ്പുകൾ, ഇങ്ങനെയുള്ളതൊക്കെ അഴിച്ചു വെച്ച് സൂക്ഷിക്കുന്ന സ്ഥലത്തെയാണ് എന്ന് പറയുന്നത് കാറ്റലൂമ എന്ന് പറയുന്നത്. കാറ്റലൂമ. അതിനെ പൊതുവെ വഴിയമ്പലം എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ. ഒരു ഭവനത്തിലോ ഒരു വഴിയമ്പലത്തിലോ ഇങ്ങനെയുള്ള ഒരു ഭാഗം എല്ലാ വഴിയമ്പലങ്ങളിലും കാണും. അതിനെ കാറ്റലൂമ. അത് സിറ്റ് ഔട്ട് പോലും അല്ല, അതിനും അപ്പുറത്ത് ഈ ഭണ്ഡാരക്കെട്ടുകളും ചെരുപ്പുകളും ഒക്കെ വയ്ക്കുന്ന സ്ഥലമാണ്. അവിടെ ആരും ഇരിക്കാറില്ല, അവിടെ ആരും വിശ്രമിക്കാറില്ല. ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ അവൾ ആദ്യജാതനെ പ്രസവിച്ചു, ഇല്ലേ? ആദ്യജാതനായ മകനെ എന്ന് പറഞ്ഞാൽ ആരെ? യേശുവിനെ പ്രസവിച്ചു. ശീലകൾ ചുറ്റി, അവിടെ ഒരു പ്രത്യേക പദപ്രയോഗമുണ്ട്. വഴിയമ്പലത്തിൽ സ്ഥലമില്ലായകയാൽ, അവർക്ക് സ്ഥലമില്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടത്തി എന്ന് കാണുന്നു. അവിടെ ഈ വഴിയമ്പലം എന്നുള്ളതിന് മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത് കാറ്റലൂമ എന്ന് പറഞ്ഞാൽ എന്താണ് നാം മനസ്സിലാക്കേണ്ടത്? അവർ ആ കാറ്റലൂമയിലെങ്കിലും ആ ശിശുവിനെ ഒന്ന് കിടത്തിക്കോട്ടെ, അതിനുപോലും അനുവാദം ലഭിച്ചില്ല. വഴിയമ്പലത്തിൽ ആ ഭാണ്ഡക്കെട്ടുകളും ചെരുപ്പുകളും വയ്ക്കുന്ന ആ സ്ഥലത്തെങ്കിലും എൻ്റെ ഈ കുഞ്ഞിനെ ഒന്ന് കിടത്തിക്കോട്ടെ. കർത്താവായ യേശുക്രിസ്തു നമ്മെ രക്ഷിപ്പാനായിട്ട് ഈ ഭൂമിയിൽ കടന്നു വന്നപ്പോൾ അവനൊരു കാറ്റലൂമയിൽ പോലും കിടത്തപ്പെടുവാൻ സ്ഥലം ലഭിച്ചില്ല എന്ന് പറഞ്ഞാൽ, ഭാണ്ഡക്കെട്ടുകളും ചെരുപ്പുകളും ഇടുന്ന ആ പുറം ഭാഗത്ത് പോലും അവന് സ്ഥലം കൊടുക്കാത്തത് കൊണ്ടാണ്, സ്ഥലം ലഭിക്കാത്തത് കൊണ്ടാണ് അവനെ ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടത്തിയത്. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ആ ജനനത്തിലെ താഴ്മ, ആ താഴ്ച എത്ര ഭയങ്കരമാണ്. ഇംഗ്ലീഷിൽ അതിനെ മാങ്കർ എന്ന് പറയുന്നത്, പശുത്തൊട്ടി എന്നാണ് അത് മലയാളത്തിൽ പരിവർത്തനം ചെയ്തിരിക്കുന്നത്. കർത്താവ് ഈ ഭൂമിയിൽ ജന്മം എടുക്കാൻ ഇത്തരം ഒരു വഴിയമ്പലത്തിൻ്റെ വരാന്ത, അല്ലെങ്കിൽ വരാന്ത എന്ന് പറയാനും പറ്റില്ലല്ലോ, ആ പുറം ഭാഗം പോലും ലഭിച്ചില്ല. അപ്പോൾ ഒരു വഴിയമ്പലത്തിന്, അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഭവനത്തിന്, വഴിയമ്പലത്തിന് പ്രധാനപ്പെട്ട ഭവനങ്ങൾക്കെല്ലാം ഇങ്ങനെയുള്ള ഭാഗങ്ങളുണ്ടാകും. അങ്ങനെയുള്ള ഭാഗം കാറ്റലൂമ. 2-ാമത്തെ ഭാഗത്തെ അറിയപ്പെടുന്നത് പാൻഡോച്ചിയോൺ, പബ്ലിക് ഹൗസ് ഫോർ ദ റിസപ്ഷൻ ഓഫ് സ്ട്രേഞ്ചേഴ്സ് എന്ന് ഇംഗ്ലീഷിൽ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെ ഭാഷയിൽ നമുക്ക് വേണമെങ്കിൽ പറയാം സ്വീകരണമുറി. എല്ലാവരെയും വിളിച്ച് സ്വീകരിച്ചിരുത്തി എല്ലാവിധമായ ആതിഥ്യവും നൽകുന്ന സ്ഥലമാണ് ഈ സ്വീകരണമുറി എന്ന് പറയുന്നത്. പല ഭവനങ്ങളിലും കർത്താവായ യേശുക്രിസ്തു ഇത്തരം സ്വീകരണമുറികളിൽ ഇരുന്നിട്ടുണ്ട്. പരീശന്മാർ ക്ഷണിച്ചപ്പോൾ, ചില ധനവാന്മാർ ക്ഷണിച്ചപ്പോൾ, എനിക്ക് തോന്നുന്നു സക്കായിയുടെ വീട്ടിൽ പാർപ്പാൻ പോയപ്പോഴും ഈ സ്വീകരണമുറിയിലായിരിക്കാം കർത്താവിനെ ക്ഷണിച്ച് അല്ലെങ്കിൽ കയറ്റി ഇരുത്തിയത്. ലൂക്കോസ് സുവിശേഷം 10:34 നല്ല ശമരിയക്കാരൻ വഴിയിൽ അർത്ഥപ്രാണനായിട്ട് കിടക്കുമ്പോൾ ആ നല്ല ശമരിക്കാരൻ്റെ കഥയിൽ ആ നല്ല ശമരിയക്കാരൻ ആ അർത്ഥപ്രാണനായി കിടക്കുന്ന അദ്ദേഹത്തെ എടുത്ത് കൊണ്ടാക്കിയത് വഴിയമ്പലത്തിലാക്കിയെന്ന് കാണുന്നുണ്ട്. അവിടെ വഴിയമ്പലം എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന പദം പാൻഡോച്ചിയോൺ. ഈ പ്രധാന സ്ഥലത്ത്, അല്ലെങ്കിൽ ഈ സ്വീകരണമുറി, എല്ലാവിധമായ ശുശ്രൂഷകളും ലഭിക്കുന്ന ആ സ്ഥലത്താണ് ആ
അർത്ഥപ്രാണനായി കിടന്ന മനുഷ്യനെ ആ നല്ല ശമരിയക്കാരൻ കൊണ്ടാക്കിയതെന്നാണ് ആ ഉപമയിൽ കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ പാൻറ്റോച്ചിയോ, സ്വീകരണ മുറി. മാളിക ഒരു മാളികയിലെ മൂന്നാമത്തെ ഭാഗമാണ് അനോഗ്യോൺ അല്ലെങ്കിൽ അനോഗയോൺ എന്ന് പറയും. അതിനെ അപ്പർ റൂം, മാളിക മുറി. ഇത് വീടിൻ്റെ മുകളിലായി ഏറ്റവും മുകളിലത്തെ മുറിയാണ്. ഈ മുറിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് രഹസ്യ സമ്മേളനങ്ങൾ നടത്തുക, അല്ലെങ്കിൽ ആരെങ്കിലുമായിട്ട് ഹൃദ്യമായ സ്നേഹം പങ്കിടുക, വളരെയധികം കാര്യങ്ങൾ ഹൃദ്യമായിട്ട് സംസാരിക്കുക. അതിനൊക്കെ വേണ്ടി ഏറ്റവും മുകളിലായിട്ട് അപ്പർ റൂം, വളരെ പ്രധാനപ്പെട്ട ഒരു മുറിയായിട്ടാണ് ഈ അപ്പർ റൂമിനെ അല്ലെങ്കിൽ മാളിക മുറി എന്നറിയപ്പെടുന്ന ഇതിനെ കാണപ്പെടുന്നത്. ഇത് പ്രത്യേകമായിട്ട് ഒരുക്കിയിട്ടുള്ള മുറിയാണ്. കർത്താവ് ഇതിനു മുമ്പ് ഇത്തരം ഒരു മുറിയിൽ ഇരുന്നതായിട്ട് പറഞ്ഞിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഈ മറ്റേ പാൻറ്റോച്ചിയോണിലൊക്കെ ഇരുന്നിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഈ അനോഗയോൺ എന്നറിയപ്പെടുന്ന ഈ മുറിയിൽ കർത്താവ് ഇതിനു മുമ്പ് ഇരുന്നതായിട്ട് പറഞ്ഞിട്ടില്ല. ബൈബിളിൽ പല സ്ഥലങ്ങളിലും ഈ മാളിക എന്നുള്ള പ്രയോഗമുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ ഈ എഗ്ലോൻ എന്നറിയപ്പെടുന്ന ഒരു രാജാവിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ഇസ്രയേലിലെ മോവാബ് രാജാവായ എഗ്ലോൻ എന്ത് ചെയ്തു? ഇസ്രയേലിയരെ കൈയടക്കി അവരെ വളരെ കഷ്ടതയിലാക്കി. അപ്പോൾ ഈ എഗ്ലോന്റെ കയ്യിൽ നിന്നും ഇസ്രയേലിനെ വിടുവിക്കുവാനായിട്ട് ദൈവം ഒരുക്കിയ ഒരു ഇടങ്കയ്യനുണ്ട്. ആരാണ്? യഹൂദ്, അല്ലേ? യേഹൂദ് ഇടങ്കയ്യൻ. ആ ഇടങ്കയ്യനെ അവിടുത്തെ ജനങ്ങൾ തിരഞ്ഞെടുത്ത് ഈ എഗ്ലോന് കാഴ്ച കൊടുക്കുവാനായിട്ട് പറഞ്ഞയക്കുന്നുണ്ട്. അങ്ങനെ കാഴ്ചകളുമായിട്ട് അവൻ്റെ കൂടെ ഒരു വല്ല പരിവാരങ്ങൾ, കാഴ്ച മീൻസ് കപ്പം കൊടുക്കാനായിട്ട് പോയി. അവരെ എല്ലാം സമർപ്പിച്ചതിന് ശേഷം കൂടെ വന്നവരെയൊക്കെ പറഞ്ഞു വിട്ടതിന് ശേഷം ഈ എഗ്ലോനോട് യേഹൂദ് പറയുന്നുണ്ട്, എനിക്കൊരു രഹസ്യം പറയുവാനായിട്ടുണ്ട്. അപ്പോൾ ഈ എഗ്ലോൻ എന്ത് ചെയ്യണം? മാളിക മുറിയിലേക്ക് പോയി എന്നാണ് കാണുന്നത്. അവിടെ വെച്ചാണ് യേഹൂദ് എഗ്ലോനുമായിട്ട് സന്ധിക്കുന്നതും തൻ്റെ തുടയിൽ അല്ലെങ്കിൽ വലങ്കാലിൽ ചുറ്റിവെച്ചിരുന്ന ആ ചുരിക എടുത്ത് ഇടങ്കൈ കൊണ്ടെടുത്ത് തൻ്റെ ആ എഗ്ലോന്റെ വയറിൽ കുത്തിയിറക്കി എഗ്ലോനെ കൊന്ന് ഇസ്രയേൽ ജനത്തെ വിടുവിക്കുന്നത് ഇങ്ങനെ ഒരു മാളിക മുറിയിൽ വെച്ചാണ്. സന്ദർഭവശാൽ ഞാനത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ മാളികകളെക്കുറിച്ചും മാളിക മുറികളെക്കുറിച്ചും ബൈബിളിൽ ധാരാളം പറയുന്നുണ്ട്. അതുപോലെ ശിംശോന്റെ കാര്യം നമുക്കറിയാമല്ലോ. ശിംശോനെ ഒരു വൻ മാളികയിലേക്ക് കൊണ്ടുപോയി എന്നാണ് വായിക്കുന്നത്. അത് മാളിക മുറിയല്ല, ഒരു വലിയ മാളിക, ഏതാണ്ട് 3000 പേർക്ക് ഇരിക്കാവുന്ന ഒരു മാളികയിൽ കൊണ്ടുപോയി അവിടെ വെച്ചാണ് ശിംശോന്റെ അവസാനം നടക്കുന്നത് നമുക്കറിയാനായിട്ട് സാധിക്കും. എന്തിന്? ധാരാളം മാളികകളെ കുറിച്ചുണ്ട്. ദാവീദ് മാളികയിൽ ഉലാത്തുമ്പോഴാണ് പാപത്തിൽ പെട്ടുപോയത്. അറിയാവുന്ന കാര്യമാണ്. ബത്ശബയുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു മാളികയിൽ ഉലാത്തുമ്പോൾ ഈ പാപത്തിൽ പെട്ടുപോയി. അബ്ശലോം മരിച്ചപ്പോൾ ദാവീദ് മാളിക മുറിയിൽ കടന്ന് കയറി വിലപിച്ചു എന്ന് കാണുന്നുണ്ട്, ഇല്ലേ? നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരുന്ന ആ സാരേഫാത്തിലെ മകൻ മരിച്ചപ്പോൾ ആ മകനെ എടുത്തുകൊണ്ട് ഏലിയാവ് പോയത് എവിടെയാണ്? മാളിക മുറിയിലാണ്. അവൻ താമസിച്ചിരുന്ന മാളിക മുറിയിൽ കൊണ്ടുപോയി അവിടെ വെച്ചാണ് ഉയർപ്പിക്കുന്നത്, ഇല്ലേ? ശമൂവേൽ പ്രവാചകൻ തൻ്റെ ശുശ്രൂഷകൾ നിർവഹിക്കുമ്പോൾ ശൗലുമായിട്ടുള്ള ആദ്യത്തെ സന്ധി, ആ ശമൂവേലിനെ കാണുവാനായിട്ട് വരുമ്പോൾ രാത്രി സംഭാഷിക്കുന്ന ഒരു സംഭവമുണ്ട്. അത് ഈ മാളികയിൽ വെച്ചാണ്. മാളികയിൽ വെച്ച് രാത്രിയിൽ ഇരുവരും തമ്മിൽ സംഭാഷിച്ചു എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ധാരാളം മാളിക മുറികളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 13-ാം വാക്യത്തിൽ കർത്താവിൻ്റെ ഉയർപ്പിന് ശേഷം ഈ ശിഷ്യന്മാർ താമസിച്ചിരുന്നത് ഒരു മാളിക മുറിയിലാണ്. ഒരു മാളിക മുറി, അത് ഈ മാളിക മുറി എന്ന് പറയപ്പെടുന്നവരുണ്ട്. ബൈബിളിൽ അതിന് തെളിവൊന്നുമില്ല. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം 37 തബീത മരിച്ചപ്പോൾ കുളിപ്പിച്ചുകൊണ്ട് കിടത്തിയത് എവിടെയാ? മാളിക മുറിയിലാണ്. എന്തിനാണ് കർത്താവ് പെസഹ ആചരിക്കാൻ വളരെ അതിയായി ആഗ്രഹിച്ച ഈ പെസഹ ആചരിക്കുന്നതിന് വേണ്ടി ഈ മാളിക മുറിയിലേക്ക് കടന്നു ചെന്നത്? ഒരു പ്രത്യേകമായ മാളിക മുറി തിരഞ്ഞെടുത്തത് എന്തിനായിരുന്നു? താൻ അതുവരെയും നടന്നിരുന്ന പെസഹയ്ക്ക് അന്ത്യം കുറിക്കുവാനായിട്ട് പോവുകയാണ്. എന്തുകൊണ്ട് ഈ പെസഹ ആചരിക്കുവാൻ താൻ അതിയായി വാഞ്ചിച്ചു എന്ന് ചോദിച്ചാൽ, താനിതാ പെസഹ കുഞ്ഞാടായി അറുക്കപ്പെടുവാനായിട്ട് പോവുകയാണ്. നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. താൻ ഒരു പെസഹ കുഞ്ഞാടായിട്ട് അറുക്കപ്പെടുവാനായിട്ട് പോകുന്നു എന്നുള്ള കാര്യം അറിഞ്ഞതുകൊണ്ടാണ് ഈ പെസഹ നിങ്ങളോടുകൂടെ ആചരിപ്പാൻ ഞാൻ എത്രത്തോളം വാഞ്ചിച്ചു.
താൻ തന്നെ പെസഹ കുഞ്ഞാടായിട്ട് അറുക്കപ്പെടുവാനായിട്ട്, മാനവജാതിയുടെ രക്ഷയ്ക്കായിട്ട്, വിടുതലിനായിട്ട് പെസഹ കുഞ്ഞാടായിട്ട് അറുക്കപ്പെടുവാനായിട്ട് പോകുന്നു. അങ്ങനെ അതുവരെയും ആചരിച്ചു വന്ന പെസഹയ്ക്കെല്ലാം അന്ത്യം കുറിക്കുന്ന ഒരു അവസാനത്തെ പെസഹ, അതാണ് ഈ മാളിക മുറിയിൽ വെച്ച് താൻ ആചരിക്കുവാൻ വളരെയധികം ആഗ്രഹിച്ചു. ഈ മുറിയെക്കുറിച്ച് പറയണമെങ്കിൽ ധാരാളം കാര്യങ്ങൾ ഇനിയും പറയുവാനായിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഈ മാളികയെക്കുറിച്ച് പറയുന്നത് ഒരു വൻമാളിക ആയിരുന്നു എന്നാണ്, അല്ലേ? ലാർജ് അപ്പർ റൂം എന്നാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ഗുരുവിന് ശിഷ്യന്മാരുമൊത്ത് പെസഹ ആചരിക്കുവാൻ ഒരു സ്ഥലം ആവശ്യപ്പെട്ടപ്പോൾ ആ വീട്ടുടയവൻ കൊടുത്തത് ഒരു വൻമാളിക, അല്ലേ? ചെറിയൊരു കുടിസുമുറിയൊന്നും അല്ല കൊടുത്തത്, വൻമാളിക, വലിയ മാളിക മുറി. പ്രിയമുള്ളവരെ, നമ്മൾ കർത്താവിന് വേണ്ടി കൊടുക്കുന്നത്, കർത്താവിന് വേണ്ടി എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ നമ്മൾ കൊടുക്കുന്നത് എന്താണ്? ആർക്കും നമുക്കൊന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങളാണോ? ഒരു സ്ഥലത ഒഴിഞ്ഞു കിടപ്പുണ്ട്, ഒന്നിനും ഉപയോഗമില്ല, അങ്ങനെയുള്ള സ്ഥലമാണോ? ദൈവദാസന്മാർ നമ്മുടെ ഭവനങ്ങളിൽ താമസിക്കുവാനോ എന്തിനെങ്കിലും വരുമ്പോൾ അവർക്ക് നാം കൊടുക്കുന്ന പ്രാധാന്യം, അവർക്ക് നാം കൊടുക്കുന്ന സ്ഥാനം, അവരെ സ്വീകരിച്ചിരുത്തുന്നത് സിറ്റ് ഔട്ടിലാണോ? ശ്രദ്ധിക്കണം. കർത്താവിനും ശിഷ്യന്മാർക്കും പെസഹ ഒരുക്കുവാൻ ആ വീട്ടുടയവൻ കൊടുത്തത് ഒരു ചെറിയ കുടിസ് മുറിയല്ല, ആ വീട്ടിലെ ഏറ്റവും പ്രാധാന്യമുള്ള വൻമാളിക. നമ്മളും കർത്താവിന് വേണ്ടി കൊടുക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കണം. ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടി ഊനമില്ലാത്തതായിരിക്കണം. പെസഹ കുഞ്ഞാട് ആയിട്ട് എടുക്കുന്ന ആട്ടിൻകുട്ടി ഊനമില്ലാത്തതായിരിക്കണം, 1 വയസ്സ് പ്രായമുള്ളതായിരിക്കണം. അതുപോലെ ഊനമില്ലാത്തത് നമുക്ക് വേണ്ടി നാം കൊടുക്കുമ്പോൾ നമ്മുടെ നല്ല ആരോഗ്യം ദൈവത്തിനായിട്ട് കൊടുക്കുവാൻ നാം സന്നദ്ധരാകണം. നമ്മുടെ സമ്പത്ത്, ഇങ്ങനെയുള്ള നമുക്ക് ഉന്നതമായത് എന്താണോ അതൊക്കെ ദൈവത്തിനായിട്ട് സമർപ്പിക്കുമ്പോൾ ദൈവം അതിനെ നല്ല രീതിയിൽ നമുക്കൂടെ അനുഗ്രഹപ്രദമായിട്ട് ദൈവം അതിനെ ഉപയോഗിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഈ മാളിക കൊടുത്തത് കൊണ്ട് ഈ മാളിക ഇന്ന് എത്ര പ്രസിദ്ധമാണ്. കർത്താവായ യേശു ക്രിസ്തു അവസാനമായി ചെലവഴിച്ച സമയത്ത് ശിഷ്യന്മാരുമായിട്ട് കഴിഞ്ഞ ആ മാളികയ്ക്കുള്ള പ്രസിദ്ധി എത്ര വലുതാണ്. പ്രിയമുള്ളവരെ, നാം ദൈവത്തിനായിട്ട് കൊടുക്കുന്നത് ഏറ്റവും ഉത്തമമായത് കൊടുക്കണം. ദൈവം നമുക്കായിട്ട് വെച്ചിരിക്കുന്നത് എന്താണ്? എന്തെങ്കിലും കുറഞ്ഞ കാര്യമാണോ? ഈ പ്രഭാഷണത്തിൽ പഠിക്കുന്നുണ്ട് 14-ാം അധ്യായത്തിൽ, അല്ലേ? ഞാനിരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. എവിടെ ഇരുത്താനാ പോകുന്നത്? നമ്മളെ കർത്താവ് ആയിരിക്കുന്നതിന് അല്പം താഴെ, അല്ലേ? എൻ്റെ കൂടെ നിങ്ങളെ ഇരുത്തൂല, ഞാൻ ഇരിക്കുന്നതിന് അല്പം കുറഞ്ഞിരുന്നാൽ മതി എന്നാണോ? അല്ല, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന്. ദൈവത്തിന്റെ അതേ പ്രാധാന്യം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഇതൊക്കെ ഓർത്താല് പ്രിയമുള്ളവരെ, നമ്മൾ ദൈവത്തിന് വേണ്ടി എങ്ങനെയായിരിക്കണം, നമ്മൾ ദൈവത്തിന് വേണ്ടി കൊടുക്കുന്ന കാര്യത്തിൽ എന്തായിരിക്കണം എന്നുള്ളത് നാം പ്രത്യേകമായിട്ട് നമ്മൾ ആദ്യം കൊടുക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം എന്താണ്? ഹൃദയം. അതാണ് വൻമാളിക. അത് വിരിച്ചൊരുക്കി വിശുദ്ധിയോടെ കർത്താവിനായിട്ട് പ്രതിഷ്ഠിക്കേണ്ടത്, കർത്താവിനായിട്ട് കൊടുക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. അപ്പോൾ ഇതൊരു വൻ മാളികയാണ്. മറ്റൊന്ന്, രണ്ടാമതിനെ കുറിച്ച് പറയുന്നത് എന്താണ്? വിരിച്ചൊരുക്കിയത്, വെൽ ഫർണിഷ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? റെഡി ടു യൂസ്. നീ അവിടെ ഒരു കാര്യവും ചെയ്യേണ്ട കാര്യമില്ല, ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. വീട്ടുടയവൻ അത് കൊടുത്തത് തന്നെ എങ്ങനെയാണ്? വെൽ ഫർണിഷ്ഡ് ആയിട്ടാണ്. ഇനി ചെന്ന് അവിടെ ഇരുന്ന് കാര്യങ്ങൾ ചെയ്താൽ മാത്രം മതി. വിരിച്ചൊരുക്കിയ മാളിക, ദൈവത്തിന് ഉപയോഗിക്കുവാൻ പാകത്തിൽ. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. നമ്മൾ കൊടുക്കുന്നത് വിശുദ്ധമായ കാര്യങ്ങൾ, വിശുദ്ധിയോടുകൂടെ കാര്യങ്ങൾ ചെയ്യുക. ഈ പഴയ നിയമ കാലഘട്ടത്തിൽ ചില സാധനങ്ങളൊന്നും, ചില വസ്തുക്കളൊന്നും, ചില മൃഗങ്ങളെയൊക്കെ വിറ്റ് കിട്ടുന്ന പണം ദൈവസന്നിധിയിൽ കൊണ്ടുവരരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇല്ലേ? അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദൈവത്തിന് കൊടുക്കുന്നത് വളരെ സിൻസിയറായിട്ട്, ആത്മാർത്ഥതയോടുകൂടെ, വിശുദ്ധിയോടുകൂടെ കൊടുക്കണം. ഈ അനന്യാസും സഫീറയും ദൈവത്തിന് വേണ്ടി കൊടുത്തു, ഇല്ലേ? പത്രോസിന്റെ കാൽക്കൽ കൊണ്ട് വച്ചു. അത് വിശുദ്ധിയോടെ അല്ല കൊടുത്തത്, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചു. അത് ദൈവം സ്വീകരിച്ചില്ല. പ്രിയമുള്ളവരെ,
നമ്മൾ ദൈവത്തിനായിട്ട് കൊടുക്കുന്നത് നല്ല സന്തോഷത്തോടെ, വളരെയധികം ആത്മാർത്ഥതയോടുകൂടെ, പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും കൂടെ നീ യഹോവയെ സേവിക്കണം എന്ന് പറഞ്ഞാൽ അത്തരത്തിലായിരിക്കണം നാം ദൈവത്തെ ആരാധിക്കേണ്ടതും ദൈവത്തിനായിട്ട് ശുശ്രൂഷകൾ നിർവഹിക്കപ്പെടേണ്ടത് എന്നുള്ളത് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിട്ടുകൊള്ളട്ടെ. നമ്മുടെ ഈ മാളിക മുറിയെ സംബന്ധിച്ചിടത്തോളം അത് വിരിച്ചൊരുക്കിയ ഒരു മാളിക. പ്രിയമുള്ളവരെ, നമുക്കായിട്ട് കർത്താവ് ഒരുക്കുന്നതും അത്തരത്തിലുള്ള ഒരു വിശുദ്ധ നഗരമാണ്. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്നും ഇറങ്ങി വരുന്നു എന്നാണ് പറയുന്നത്. ഒരുക്കിയ മണവാട്ടിക്ക് വേണ്ടി അത് നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുവിൻ എന്ന് പറയുന്നുണ്ട്. ഒരുങ്ങിക്കൊള്ളുവിൻ. നമ്മളും ദൈവത്തിനായിട്ട് ഒരുക്കി കാത്തിരിക്കുന്നവരാണ്. ഈ ഒരുക്കത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ലൂക്കോസ് സുവിശേഷം 22:33 പത്രോസ് പറയുന്നു, കർത്താവേ, ഞാൻ നിന്നോടുകൂടെ തടവിലാകുവാനും മരിപ്പാനും ഒരുങ്ങിയിരിക്കുന്നു. പൗലോസ് അപ്പോസ്തല പ്രവൃത്തി 21:13 പറയുന്നുണ്ട്, കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിന് വേണ്ടി ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല യെരൂശലേമിൽ മരിപ്പാനും ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. എന്തിനും തയ്യാറായിരിക്കുന്നു, നാം ഒരുങ്ങിയിരിക്കുന്നു. റോമർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 15-ാം അധ്യായത്തിൽ റോമിലുള്ള നിങ്ങളോടും സുവിശേഷം അറിയിപ്പാൻ ഞാൻ ആവോളം ഒരുങ്ങിയിരിക്കുന്നു. സുവിശേഷം അറിയിപ്പാൻ ആവോളം ഒരുക്കും. 2 കൊരിന്ത്യർ 9:12 അഖായയിലെ സഭ വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള ധർമ്മശേഖരണങ്ങൾക്ക് കീഴാണ്ട് മുതൽ ഒരുങ്ങിയിരിക്കുന്നു. എത്രയോ മുന്നമേ അത് ദൈവത്തിന് വേണ്ടി കൊടുക്കുവാനായിട്ട് ഒരുങ്ങിയിരിക്കുന്നു. 2 തിമോഥെയോസ് 2-ാം അധ്യായം 21-ാം വാക്യം, തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധിയും ഉടമസ്ഥന് ഉപയോഗവുമുള്ള നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന നല്ല മാനപാത്രമായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അത് 2 തിമോഥെയോസിന്റെ 4-ാം അധ്യായം 2-ാം വാക്യത്തിൽ വചനം പ്രസംഗിക്കുക, സമയത്തും അസമയത്തും ഒരുങ്ങിയിരിക്കുക. തീത്തോസ് 3:1 സൽപ്രവർത്തികൾക്കായിട്ട് ഒരുങ്ങിയിരിക്കുക. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ധാരാളം കാര്യങ്ങൾ ഒരുക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ ദൈവത്തിനും കർത്താവായ യേശു ക്രിസ്തുവിനും ശിഷ്യന്മാർക്കുമായിട്ട് ആ വീട്ടുടയവൻ കൊടുത്തത് എങ്ങനെയുള്ളതാണ്? വിരിച്ചൊരുക്കിയ മാളിക. മാത്രമല്ല, ഈ മാളിക മുകളിലാണ്, അല്ലേ? അപ്പർ റൂം എന്നാ പറയുന്നത്. അപ്പർ റൂമാണ്. കർത്താവുമായിട്ട് നാം കഴിയുമ്പോൾ നമ്മുടെ വാസം ഈ ഭൂമിയുമായി ഇഴുകിച്ചേർന്നുള്ള വാസമല്ല, ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിച്ചുകൊള്ളുവിൻ എന്ന് നാം വായിക്കുന്നുണ്ട്. ആത്മീയതയ്ക്ക് പ്രാധാന്യം കൊടുത്ത് ജീവിക്കുക എന്നുള്ളതാണ് അപ്പർ റൂം, മുകളിലത്തെ കാര്യം. മാത്രമല്ല, ഈ വിരിച്ചൊരുക്കിയ മാളിക കൊടുത്തത് എന്തെങ്കിലും തടസ്സമൊന്നും പറഞ്ഞില്ല. പെസഹ കഴിക്കണം, ഗുരുവിന് പെസഹ കഴിക്കേണ്ട എവിടെ ചോദിച്ചപ്പോൾ സന്തോഷത്തോടുകൂടെ. നമ്മളും ദൈവത്തിനായിട്ട് കൊടുക്കുന്നത് എങ്ങനെയായിരിക്കണം? വളരെ സന്തോഷത്തോടുകൂടെ, പൂർണ്ണ മനസ്സോടുകൂടെ കൊടുക്കണം. നമ്മൾ ദൈവത്തിനായിട്ട് നൽകുന്ന പൂർണ്ണ മനസ്സോടെ, സന്തോഷത്തോടുകൂടെ നൽകണം. വിറുവിറുപ്പിലല്ല, മനസ്സോട് കൊടുത്തു കഴിഞ്ഞാൽ പാതി മനസ്സോട് ഏകിടുന്ന, പൈസോര അങ്ങനെ ഒരു പാട്ടുണ്ടല്ലേ, പാതി മനസ്സോട് ഏകിടുന്ന, ഓപ്പണായി പറഞ്ഞോ, പാതി മനസ്സോ ദേവപൂജയെ പരൻ സ്വീകരിച്ചിട. ആശിഷായിട്ട് വരില്ല. പരൻ സ്വീകരിച്ചിട, അത് ആശിഷായിട്ട് വരില്ല. പൂർണ്ണ മനസ്സോടുകൂടെ നമുക്ക് ദൈവത്തിന് വേണ്ടി കൊടുക്കുവാൻ, ദൈവത്തിന് വേണ്ടി സേവിക്കുവാൻ നാം തയ്യാറായിരിക്കുക എന്നുള്ളത് പ്രിയമുള്ളവരെ നമ്മൾ ആഗ്രഹിക്കും. ഇങ്ങനെയാണ് ആ മാളിക മുറിയിൽ താൻ ഈ പെസഹ ആചരിപ്പാനായിട്ട് കടന്നു വന്നത്. ഈ മാളിക മുറിയിൽ വെച്ച് പല കാര്യങ്ങൾ നടക്കുകയുണ്ടായി. വരും ദിവസങ്ങളിൽ ഉള്ള ക്ലാസ്സുകളിൽ ദൈവം അനുവദിക്കുകയാണെങ്കിൽ നമുക്ക് ഈ മാളിക മുറിയിൽ വെച്ച് കർത്താവ് പറഞ്ഞ കാര്യം, കർത്താവ് ചെയ്ത പല കാര്യങ്ങൾ, ശിഷ്യന്മാർ ചോദിച്ച കാര്യം, അതിന് കർത്താവ് കൊടുത്ത മറുപടികൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ ചിന്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. ഈ മാളിക മുറിയിൽ വെച്ച് ധാരാളം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ശിഷ്യന്മാരുടെ തർക്കം, ആരാണ് വലിയവൻ? കർത്താവ് ഇതാ പോകാൻ പോവുകയാണ്. അപ്പോൾ ആ സ്ഥാനം എനിക്ക് വേണം. പത്രോസ് പറയാൻ എനിക്ക് വേണം, യോഹന്നാൻ പറഞ്ഞ് എനിക്ക് വേണം, അല്ല അന്ത്രയോസ് പറയാൻ ഞാനാണ്, അല്ല ഫിലിപ്പോസ്. ഇങ്ങനെ അവിടെ ഒരു തർക്കം ഉണ്ടായി. ഈ തർക്കത്തിന് പരിഹാരം ഉണ്ടാക്കിയത് ഈ മാളിക മുറിയിൽ വെച്ചാണ്. ആരാണ് വലിയവനെന്ന് ശിഷ്യന്മാരെ പഠിപ്പിച്ചത്? കർത്താവ് പഠിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, അത് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. അതുപോലെ തന്നെ കാണിച്ചു കൊടുക്കുന്നവനെ പൂർണ്ണമായിട്ടും വെളിപ്പെടുത്തിയത്, അതിനുമുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും പൂർണ്ണമായിട്ടും വെളിപ്പെടുത്തിയത് ഇവിടെ വെച്ചാണ്.
താൻ ക്രൂശ് മരണം വരിക്കുവാൻ പോകുന്നു എന്ന് പറഞ്ഞ് പൂർണ്ണമായിട്ടും, കുഞ്ഞുങ്ങളെ കുറഞ്ഞോ എന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയല്ല, 13:33 കർത്താവിൻ്റെ ഇഷ്ടം വെളിപ്പെടുത്തുവാനായിട്ട് പോകുന്നു എന്ന് പറഞ്ഞത് ഇവിടെ വെച്ചാണ്. പത്രോസ് തന്നെ തള്ളിപ്പറയും, 3 പ്രാവശ്യം തള്ളിപ്പറയും എന്ന് പറഞ്ഞത് ഇവിടെ വെച്ചാണ്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന, കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിപ്പാൻ സാധ്യതയുള്ള കാര്യങ്ങളൊക്കെ പരിശുദ്ധാത്മാവിനാൽ വെളിപ്പെടുത്തി തരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ശിഷ്യന്മാരെ ആശ്വസിപ്പിച്ചത്, അവർക്ക് ആവശ്യമായ ധൈര്യം പകർന്നു കൊടുത്തത് ഈ മാളിക മുറിയിൽ വെച്ചാണ്. മാത്രമല്ല മധ്യസ്ഥ പ്രാർത്ഥനയും ഈ മാളിക മുറിയുമായിട്ട് ബന്ധത്തിലാണ്. ഇപ്രകാരം താൻ ചെലവഴിച്ച 3 മണിക്കൂറുകൾ വളരെ 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 ശ്രദ്ധിച്ച് പഠിക്കേണ്ടതും നമ്മുടെ ജീവിതത്തിലേക്ക് പ്രായോഗികമായിക്കൊണ്ട്, മാത്രമല്ല ഈ കർത്തൃമേശ അല്ലെ, തിരുവത്താഴ് ശുശ്രൂഷ, അത് ശിഷ്യന്മാർക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നത് ഈ മാളിക മുറിയിൽ വെച്ചാ. അപ്പോൾ ഇത് വളരെയധികം ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു ഭാഗമാണ്. വരുന്ന ക്ലാസ്സുകളിൽ ഞാൻ മുഖവുരയായിട്ട് പറഞ്ഞു നിർത്തിയെന്നേ ഉള്ളൂ. എന്നാൽ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും നമ്മൾ അതിൽ കണ്ടു. പെസഹ, അവസാനത്തെ പെസഹ ആചരിക്കുവാൻ വാഞ്ചയോടെ കാത്തിരുന്നു. തന്നെ കൊടുക്കുവാനായിട്ട്, താൻ അറുക്കപ്പെടുന്ന കുഞ്ഞാടായിട്ട് അറുക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ പെസഹ കുഞ്ഞാടം അറുക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തു തന്നെ. താൻ ഇത് അറുക്കപ്പെടുവാനായിട്ട് ഒരു പെസഹ കുഞ്ഞാടായിട്ട് മാറുവാൻ പോകുന്നു എന്നറിഞ്ഞുകൊണ്ട് അതിവാഞ്ചയോടുകൂടെ നമുക്ക് വേണ്ടി ജീവൻ നൽകുവാൻ, നമുക്ക് വേണ്ടി കഷ്ടമനുഭവിപ്പാൻ അതിവാഞ്ചയോടെ കാത്തിരുന്ന കർത്താവ്. പ്രിയമുള്ളവർ, നമുക്ക് കർത്താവിന് വേണ്ടിയുള്ള വാഞ്ച എപ്രകാരമാണ്? നമ്മൾ ആഗ്രഹിക്കുന്നത്, നമ്മൾ കർത്താവിനായിട്ട് കൊടുക്കുന്ന കാര്യത്തിൽ എങ്ങനെയുള്ള കാര്യങ്ങളാണ് കൊടുക്കേണ്ടത്? അത് നമ്മൾ വളരെയധികം ചിന്തിച്ചു. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ കടന്നു വന്നപ്പോൾ തനിക്ക് തന്നെ കിടത്തുവാനായിട്ട് ഒരു കാറ്റല്യൂമ പോലും, ഒരു പുറം ഭാഗം പോലും, ചെരുപ്പും ഭാണ്ഡക്കെട്ടുകളും വയ്ക്കുന്ന ഭാഗങ്ങൾ പോലും ലഭിച്ചില്ല. ആ മൃഗങ്ങളെ കെട്ടുന്ന, യാത്ര ചെയ്തു വരുന്ന മൃഗങ്ങളെ കെട്ടുന്ന ആ ഭാഗത്താണ് ശീലകൾ ചുറ്റി കിടത്തുവാനായിട്ട് അവസരം ലഭിച്ചത്. നമുക്ക് വേണ്ടി കർത്താവായി തീർന്ന അവസ്ഥ. പ്രിയമുള്ളവർ, അത് ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തിന് വേണ്ടി ജീവിക്കാം. നമ്മുടെ വളരെയധികം താഴ്മയോടുകൂടെ, നമ്മളൊന്നുമല്ല, നമ്മൾ വളരെയധികം ശുശ്രൂഷിക്കുന്നവൻ, അതായത് ശുശ്രൂഷ ഏൽക്കാനല്ല ശുശ്രൂഷിപ്പാനാണ് കർത്താവ് ഈ ഭൂമിയിൽ കടന്നു വന്നതെന്ന് വായിക്കുന്നുണ്ട്. ആരാണ് വലിയവൻ? ശുശ്രൂഷ ഏൽക്കുന്നവനല്ല, ശുശ്രൂഷിക്കുന്നവനാണ്. ഇതൊക്കെ പഠിപ്പിച്ചത് ഈ മാളിക മുറിയിൽ വെച്ചാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ വളരെ മാറ്റങ്ങൾ സംഭവിക്കേണ്ടിയിരിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. നമുക്ക് ജീവിതത്തിൽ ആ വീട്ടുടയവൻ കൊടുത്ത അത് നമുക്കെല്ലാവർക്കും മാതൃകയാണ്. നമ്മുടെ കൊടുക്കലുകൾ, നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി സേവിക്കുന്ന സേവനങ്ങളൊക്കെ അത്തരത്തിലായിരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനായിട്ട് നമ്മെ നയിക്കട്ടെ. എൻ്റെ വചനം ഇതുവരെയും ശ്രവിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവനാമത്തിൽ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം സഹായിക്കുമാറാകട്ടെ. ആമേൻ.